ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിൻ്റെ വിവിധ ടൈം സോണുകളിലുള്ള കർത്തൃദാസന്മാരെയും ദൈവമക്കളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ദിവസവും നടത്തുന്ന രാവിലെയും വൈകിട്ടുമൊക്കെയുള്ള ആത്മീക ശുശ്രൂഷകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസി ബീന അജയെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചതിനുള്ള കൃതജ്ഞതയും അറിയിക്കുന്നു. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ആരാധനകൾക്ക് നേതൃത്വം കൊടുത്ത കർത്താവിൻ്റെ ദാസൻ ബിജോയ് അവരെയും കുടുംബത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത്യുച്ച നാദമുള്ള കൈത്താളങ്ങളാൽ ആത്മശക്തിയോടുകൂടെ യാതൊരു ഇലക്ട്രോണിക് എക്യുപ്മെൻസും ഇല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വളരെ സിൻസിയറായിട്ട് ദൈവത്തെ ആത്മശക്തിയോടെ പാടി ആരാധിച്ച പ്രിയ കർത്തൃദാസനെയും കുടുംബത്തെ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് 1 മണിക്കൂർ സമയം ദൈവവചനം ശുശ്രൂഷയ്ക്കായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സംഘാടകര് എനിക്ക് സന്ധ്യയിൽ ഒരു മെസ്സേജ് അയച്ചത് സമയത്തിന് പരിധിയൊന്നുമില്ല, പോകുന്നിടത്തത്രയും പോകാമെന്നാണ്. എന്നാലും എത്ര വരെ പോകും? അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ വചനത്തിൻ്റെ അകത്ത് രഞ്ജിച്ചിരിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത ശ്രോതാക്കളിൽ അത് വലിയ ആനന്ദം പകരുവാനിടയായി തീർന്നു. അതിനെക്കുറിച്ച് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അവര് രഞ്ജിച്ചിരുന്നു എന്നാണ്. They were so excited എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ വചനത്തിൻ്റെ അകത്ത് എക്സൈറ്റഡ് ആകുവാൻ, വചനത്തിൻ്റെ അകത്ത് സന്തോഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതിൻ്റെ അകത്ത് അനേകം ദൈവമക്കളുണ്ട്. 10-27 പ്രിയപ്പെട്ടവരോളം ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടാൽ അതൊരു സന്തോഷമാണ്. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കണ്ടതുകൊണ്ടൊന്നും കാര്യമില്ല. എങ്കിലും കർത്താവിൻ്റെ മുഖം കാണുന്നതാണ് ഇന്ന് രാത്രിയിലെ ഏറ്റവും വലിയ പ്രാധാന്യം. എങ്കിലും നമുക്ക് മുഖം കണ്ട് ശുശ്രൂഷിക്കാൻ ഒരു അവസരം ഈ കറുത്ത ബോർഡില് വെളുത്ത അക്ഷരത്തിൽ നിങ്ങളുടെ പേരുകൾ മാത്രം നോക്കി പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഈ സമയങ്ങളിൽ അല്പം പ്രയാസമുള്ള ഒരു കാര്യം കൂടെയാണ്. പിന്നെ സംഘാടകർ ആത്മനിയോഗത്തോടെ ശുശ്രൂഷകൾക്ക് അവസരം തരുമ്പോൾ അത് വളരെ താഴ്മയോടെ പ്രാർത്ഥനയോടെ വിനിയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഓൺ ചെയ്യാത്ത സൂമിൽ പ്രസംഗിക്കുന്നത് വളരെ കുറവാണ്. കാരണം ഞാൻ സാധാരണ പറയാറുള്ളത് ഈ സെമിത്തേരികളില് കല്ലറയില് കറുത്ത മാർബിളില് വെള്ള അക്ഷരത്തിൽ പേരുകൾ കൊത്തിയിട്ടുണ്ട്. സോയാൻസോ ഇത്ര വയസ്സ് ഇന്ന വീട്ടില്. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെയൊക്കെയുണ്ട് ക്രിസ്തീയ സെമിത്തേരികളില്. അതുപോലെ പലപ്പോഴും സൂമിൽ പങ്കെടുക്കുമ്പോൾ ഒരു കറുത്ത മാർബിളില് വെളുത്ത അക്ഷരത്തിൽ കൊത്തിയിട്ടുണ്ട് പേര് മാത്രം, ആളെ കാണാനില്ല. അതുകൊണ്ട് ശ്മശാനമുഖമായ ഒരു ആത്മീക ശുശ്രൂഷയായി മാറാതെ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരു സഭാരാധനാലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയാൽ എങ്ങനെയായിരിക്കും, അതുപോലെയുള്ള ഒരു ആത്മീക അന്തരീക്ഷം നമ്മിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് അതിനായി ഒരുങ്ങാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, അതിനായി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിച്ചാലൊന്നും എല്ലാ വിഷയത്തിനും വിടുതലില്ല. അത് നിങ്ങൾ ആദ്യം പരിശോധിക്കണം. നമ്മൾ മാറ്റേണ്ട ചില കല്ലുകളുണ്ട്. അതൊക്കെ മാറ്റി കഴിയുമ്പോൾ കർത്താവ് ഇടപെടും. കർത്താവ് വിഷയത്തിന് പരിഹാരം തരും. ഈ സക്കായി ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സക്കായി തിയറി എന്നൊക്കെ പറയുന്ന ഒന്നുണ്ട് ഇപ്പൊ ഈ സൂമില്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തിയുടെ ഇലയുടെ മറവില് മറഞ്ഞിരുന്നിട്ട് സക്കായിയുടെ ആ കോൺസെപ്റ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെല്ലാരെയും കാണണം. ഏത് സാരിയാ ഉടുത്തേക്കുന്നത്, ഏത് ചുരിദാറായിട്ടേക്കുന്നത്, എവിടുന്നാ വന്നേക്കുന്നത്, എങ്ങനെയുണ്ട്, എനിക്ക് എല്ലാവരെയും കാണാം. അങ്ങനെ യേശു എങ്ങനെ ഉണ്ട് എന്ന് കാണാൻ ചിലർ സൂമിൽ കയറും. യോഗം എങ്ങനെ ഉണ്ട്, ബീന സിസ്റ്റർ ഇങ്ങനെ എല്ലാ ദിവസവും യോഗമൊക്കെ നടത്തുന്നുണ്ട്, എത്ര പേര് കയറുന്നുണ്ട്, എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടി കയറുന്ന സക്കായിമാരുണ്ട്. ഇന്ന് രാത്രി നിന്നെ ആ കർത്താവ് ആദ്യം പിടിക്കുന്നത്. സ്തോത്രം. ആമേൻ.
എനിക്ക് എല്ലാവരെയും കാണണം, എന്നെ ആരും കാണരുത്. ഇന്ന് രാത്രി ആ ആറ്റിറ്റ്യൂഡ് എല്ലാം മാറ്റിയിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവദിനത്തിൽ സന്തോഷിക്കാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. ഈ രാത്രിയിലെ അല്പസമയത്തെ ദൈവ വചന വിചിന്തനത്തിനായി ദൈവമക്കളെ, നിങ്ങൾ എവിടെ ഉള്ളവരാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ ഒരു അനുസരണമാ കർത്താവെ. പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പേ ഇത്ര നിങ്ങൾ അനുസരണമുള്ളവരാണെങ്കിൽ പ്രസംഗം കഴിയുമ്പോൾ എന്തോ ആയിരിക്കും. സ്തോത്രം ആട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബെനഡിക്റ്റ് അച്ഛ, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ആട്ട് വരുന്നു, ഓരോരുത്തരാണ്ട് വരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്ന് രാത്രി വീഡിയോ ഓൺ ചെയ്യുന്നതുകൊണ്ട് മാത്രമേ ദൂത് പറയത്തുള്ളൂ. അല്ലാത്തവരൊക്കെ ഔട്ട് ഓഫ് റേഞ്ചാ. ചിലരെ ഫോൺ വിളിച്ചാൽ അറിയാലോ, ദി സബ്സ്ക്രൈബർ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് അതൊക്കെ അറിയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് പാസ്റ്റർ ഡേവിഡ് ജോസഫ് അവറുകൾ, താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നേക്കാൾ ശക്തനായ ദൈവദാസനായി എങ്കിലും വീഡിയോ ഓൺ ചെയ്യുന്നല്ലോ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചിലരൊക്കെ ഡ്രസ്സൊക്കെ മാറാൻ പോയിട്ടേ ഉള്ളൂ, കാരണം പമ്മി ഇരിക്കാന്ന് വിചാരിച്ചതാ. അതുകൊണ്ട് ആട്ട് മാറിയിട്ട് വന്നാൽ മതി, സമയമുണ്ട്. ഞാൻ ഒരു 9:15 നിർത്തത്തുള്ളൂ. നിങ്ങൾക്ക് ഡ്രസ്സ് മാറി കുളിച്ചൊരുങ്ങി വരാനൊക്കെ സമയമുണ്ട്, ഒരു കുഴപ്പമില്ല. ഞാൻ വെയിറ്റ് ചെയ്യും. ദൈവം ഇന്ന് രാത്രി നമ്മളെ അനുഗ്രഹിക്കട്ടെ. സൂമിലൊരു പ്രത്യേകതയുണ്ട്. ശ്രോത്രം ഏത് നിലയിൽ വേണേലും ഇരിക്കാമെന്നുള്ള ചിന്തയില്ല, എന്നാൽ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ എൻ്റെ മുഖപുര ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആദ്യത്തെ ഒരു വേദി ആയതുകൊണ്ട് മാത്രം ഇത്രയും മുഖപുരകൾ ദൈർഘ്യമാക്കി. ഇനി നമുക്ക് വിശുദ്ധ തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. എല്ലാവരും പ്രാർത്ഥനയെ അന്തരീക്ഷത്തിൽ ദൈവദിനത്തിന് മുൻപാകെ ആയിരിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇനിയും പലരും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ചുള്ള ദൈവദിന ചിന്തനത്തിനായി മത്തായിയുടെ സുവിശേഷം, ബുക്ക് ഓഫ് മാത്യു 5-ാമത്തെ അധ്യായം, ചാപ്റ്റർ 5, അതിന്റെ 13-ാമത്തെ വാക്യം, വേഴ്സ് 13. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 13. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഇന്ന് രാത്രിയിലെ നമ്മുടെ ഒരുമിച്ചുള്ള വിചിന്തനത്തിനായി വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇതിനകത്ത് വചനം വായിക്കാൻ പ്രാപ്തരായിട്ടുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ വ്യക്തമായി, സ്പഷ്ടമായി, കൃത്യമായി, ശബ്ദമുയർത്തി ആ വേദഭാഗം സ്ലോലി ആയിട്ട്, ക്ലിയർലി ആയിട്ട്, ലൗഡ്ലി ആയിട്ട് വായിക്കാൻ മൂന്ന് നിയമങ്ങൾ അനുസരിക്കണം. 1 സ്ലോലി ആയിരിക്കണം, 2 ക്ലിയർലി ആയിരിക്കണം, 3 ലൗഡ്ലി ആയിരിക്കണം. ഈ നിലകളിൽ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിച്ചാട്ട് വായിക്കാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. പരമില്ലാതെ പോയാൽ അതിന് എന്തെന്നുകൊണ്ട് രസം വരുത്താം. പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ ല്ല. ഇന്ന് രാത്രിയില് നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായ, മനഃപ്പാഠമായിട്ട് മനസ്സിന്റെ അകത്ത് തിളങ്ങി നിൽക്കുന്ന ഈ ദൈവവചനത്തിൽ നിന്നും നിങ്ങൾ കേൾക്കാത്ത, കേട്ടിട്ടില്ലാത്ത, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നത് ഈ ദൂത് നിങ്ങൾ കേട്ടിട്ടില്ലെന്നാ. അപ്പൊ കേട്ടിട്ടില്ലാത്ത ഒരു ദൂത്, ഈ വാക്യം നിങ്ങൾക്കറിയാമെങ്കിലും ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായി ഒരു തുറന്ന പുസ്തകത്തിന്റെ താളുകൾ മറിച്ചു വായിക്കുന്നത് പോലെ ജീവിതത്തിന്റെ ഉള്ളറകളെ പുസ്തകത്താൾ പോലെ വായിക്കുന്ന രാത്രിയായി തീരുവാൻ പരിശുദ്ധാത്മാവാം ദൈവം ഇടയാക്കട്ടെ. അതിനായി ഇന്ന് രാത്രി നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കണം. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ കർത്താവെ വേഗത്തെ നിർത്തണേ എന്നുള്ള പ്രാർത്ഥനയല്ല, ഈ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാകണം. ഈ ദൈവവചനം എന്ന് പറയുന്നത് പലപ്പോഴും പലരും ഇതിനെ വളരെ സില്ലിയായിട്ട് ലാഘവ ബോധത്തോടു കൂടിയാണ് ഇതിനെ സമീപിക്കാറുള്ളത്. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ എടുക്കേണ്ട, അതല്ല ഞാൻ പറഞ്ഞു വിട്ടോളാം, ബൈഹാട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ വചനം എന്ന് പറയുന്നത് എന്താണ്? ദൈവമാണ്. അത് ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തതാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ എബ്രായ ലേഖനത്തിൽ പൗലോസ് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്ത ദൈവത്തിന്റെ വചനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം ദൈവമാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നു ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി കേൾക്കപ്പെടുന്ന ഓരോ ശബ്ദവും നിങ്ങളുടെ കാതുകളിലേക്ക് കയറുമ്പോൾ അത് ദൈവമാണെന്ന്, ദൈവ സാന്നിധ്യമാണെന്ന്, അത് യേശുക്രിസ്തുവാണെന്ന്, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമാണെന്ന്. കർത്താവ് എവിടെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് വെറുതെ മടങ്ങി പോയിട്ടില്ല. കർത്താവ് വന്നിടത്തൊക്കെ ചില ഉദ്ദേശത്തോടു കൂടി മാത്രമേ കർത്താവ് വന്നിട്ടുള്ളൂ. ഈ രാത്രിയിൽ നിങ്ങളുടെ കർണപടങ്ങളിൽ ധ്വനിച്ചു കേൾക്കുന്ന ദൈവത്തിന്റെ വചനം അത് ദൈവത്താൽ അയക്കപ്പെടുന്നതാണ്. യെശയ്യാവ് അങ്ങനെ പറയുന്നത്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല.
വരത്തില്ല. ഞാൻ ഒരു ടാർഗറ്റ് ഇന്ന് രാത്രി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വചനം അയച്ച് ചിലരെയൊക്കെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. അതിനുവേണ്ടി ദൈവം അയക്കുന്ന വചനത്തിന്റെ ശബ്ദം കാതുകളിൽ മുഴങ്ങുമ്പോൾ അത് വെറുതെ മടങ്ങില്ല കേട്ടോ. ചിലരൊക്കെ ഈ ശത്രു രാജ്യങ്ങളൊക്കെ യുദ്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ചിലരൊക്കെ വലിയ മിസൈലുകളൊക്കെ അയക്കും, ഡയമണ്ട് വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കും. പക്ഷേ പലയിടത്തും നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ശത്രു അതിനെ നിർവീര്യമാക്കി കളയും. അതായത് മിസൈൽ തൊടുത്ത് വിടുമ്പോൾ ആന്റി മിസൈൽ ഉപയോഗിച്ച് അതിനെ നിർവീര്യമാക്കി കളയും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ തടയാൻ ഇതുവരെ ഒരു ആന്റി മിസൈൽ കണ്ടുപിടിച്ചിട്ടില്ല. പൗലോസ് അതിനെ കുറിച്ച് പറയുന്നു, ദൈവവചനത്തിനോ ബന്ധനമില്ല. ഈ രാത്രി കേൾക്കപ്പെടുന്ന വചനത്തെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പിടിച്ചു കെട്ടാൻ നോക്കിയവരൊക്കെ കെട്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഇതിനെ ഉടയ്ക്കാൻ നോക്കിയവരൊക്കെ ഉടഞ്ഞിട്ടേ ഉള്ളൂ. ഇതിനെ തകർക്കാൻ നോക്കിയവരൊക്കെ തകർന്നിട്ടേ ഉള്ളൂ. പക്ഷെ അജയ്യമായി ഇന്നും ഉണർന്നു നിൽക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇത് ഞാൻ ആദ്യമായി പ്രസംഗിക്കുന്ന ഒരു വേദിയായതുകൊണ്ട് ദൈവവചനത്തിന്റെ അപ്രമാദിത്വത്തെ കുറിച്ച്, എക്സ്ക്ലൂസീവ്നെസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, സൂപ്രമസി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിന്റെ അപ്രമാദിത്വത്തെ ഞാൻ ഇന്ന് രാത്രി ഒന്ന് ഓർപ്പിക്കട്ടെ. ഈ ദൈവവചനത്തെ ആരൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അവരെ എല്ലാം കർത്താവ് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ, അതൊരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തെ, അതൊരു പട്ടണമാണെങ്കിൽ ആ പട്ടണത്തെ, അതൊരു രാജ്യമാണെങ്കിൽ ഒരു രാജ്യത്തെ. നമുക്കറിയാം, ഇന്ന് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. സ്വിറ്റ്സർലൻഡ്, അതിന്റെ അകത്തെ ക്യാപിറ്റൽ ജനീവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ സമാധാന കരാറുകൾ ഒപ്പുവെക്കുന്ന ഒരു സ്ഥലമാണ് ഈ ജനീവ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ധാരാളം ലോക ഉത്തര നിലവാരങ്ങളിലുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും റെഡ് ക്രോസ് പോലെയുള്ള ആതുര സേവനങ്ങളുടെയൊക്കെ ആസ്ഥാനങ്ങൾ ഈ ജനീവയിലാണ്. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജോൺ കാൽവിൻ എന്ന് പറയുന്ന ഒരു മാന്യ ദൈവദാസനെ ദൈവം ആ പട്ടണത്തിൽ ഈ തിരുവചനവുമായി ദൈവം അയച്ചു. ഈ ദൈവത്തിന്റെ വചനം സ്വിറ്റ്സർലൻഡിൽ നടത്തിയ സ്വാധീനമാണ്. ഇത് നിങ്ങൾക്കറിയാം, 193 രാജ്യങ്ങൾ യുണൈറ്റഡ് നേഷൻസിന്റെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ കീഴിൽ, UN-യുടെ കീഴിലുണ്ട് 193 രാജ്യങ്ങൾ. 2 രാജ്യങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അഫിലിയേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 193 രാജ്യങ്ങളെ അടക്കി ഭരിക്കുന്ന UN-ന്റെ പോലും ആസ്ഥാനം ഈ ജനീവയിലാണ്. എന്താ കാര്യം എന്നറിയാമോ? എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യുദ്ധം ചെയ്യും. പക്ഷേ സ്വിറ്റ്സർലൻഡ് മാത്രം യുദ്ധത്തിന് വേണ്ടി ആയുധമെടുക്കില്ല. എന്താണെന്നറിയാമോ? ആ രാജ്യത്തിന്റെ ഒരു നിക്നെയിം ഉണ്ട്. അതിന്റെ നിക്നെയിം ഇങ്ങനെയാണ്, പീസ് ക്യാപിറ്റൽ, അതായത് സമാധാനത്തിന്റെ തലസ്ഥാനം എന്നാണ് സ്വിറ്റ്സർലൻഡിന്റെ ജനീവയുടെ പേര്, നിക്നെയിം. എന്താ കാര്യം? ഈ ദൈവത്തിന്റെ വചനം മാറ്റങ്ങളാണ്. പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ സെർമൺ ഓൺ ദ മൗണ്ട്, ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ഗിരിപ്രഭാഷണത്തിന് ചില ഭാഗങ്ങളാണ് സ്വിറ്റ്സർലൻഡിന് മാറ്റം വരുത്തിയത്. നിങ്ങൾക്കറിയാമോ? ജനീവ ബൈബിൾ എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ഒരു ബൈബിൾ ഉണ്ട്. അത് ജനീവയിൽ നിന്ന് പുറത്തു വന്നതാണ്. അതിൽ നിന്നാണ് കിങ് ജെയിംസ് വേർഷൻ ഒക്കെ പുറത്തു വന്നത്. ഈ രാത്രി ഞാൻ പറയാം, ആദ്യമായിട്ട് ജർമ്മനിയിലാണ് വിശുദ്ധ ബൈബിൾ പ്രിന്റ് ചെയ്തെങ്കിലും അതിന്റെ പൂർണ്ണ രൂപത്തോടുകൂടി പുറത്തു വന്നത് ജനീവയില. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറഞ്ഞു തുടങ്ങട്ടെ. വചനത്തെ ഒരു പട്ടണം, ഒരു രാജ്യം ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ സ്ഥിതിയെ ലോകോത്തര നിലവാരത്തിൽ ഉയർത്താൻ ദൈവം മനസ്സ് വെച്ചെങ്കിൽ ഈ രാത്രികാലം നിങ്ങളെ എത്രയധികം, എന്നെ എത്രയധികം നിങ്ങൾ മറന്നു പോകരുത്. 16ാമത്തെ നൂറ്റാണ്ടിൽ പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗോത്ര വിഭാഗം ഇതുപോലെയുള്ള ബൈബിൾ കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 16ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് കാലുകുത്തിയിട്ട് അവർ പറഞ്ഞു, അന്നവർക്ക് പൂർണ്ണമായി വസ്ത്രം ധരിക്കാനില്ല, അന്നവർക്ക് സ്തോത്രം തികഞ്ഞ് ഭക്ഷണം കഴിക്കുവാനില്ല, സാമ്പത്തികമായി വളരെ ഞെരുക്കം. അവർ ഈ വചനം എടുത്തുകൊണ്ട് അമേരിക്കയിലേക്ക് പ്രവേശിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾക്കറിയാമോ, ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയെ അറിയപ്പെടുന്നത് ഓമന പേര് ലോക പോലീസ് എന്നാണ്. ഈ ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ കറൻസി
ഡോളർ എന്നാണ്. ആ ഡോളറിൽ ഒരു ഫ്രേസ് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇൻ ഗോഡ് വി ട്രസ്റ്റ്. അമേരിക്കയെ ലോകത്തിന്റെ ഉന്നതകളിലേക്ക് ഉയർത്താനുണ്ടായ കാര്യം ഈ ദൈവത്തിന്റെ വചനം വരുത്തിയ മാറ്റമാണ്. ഇതിനു മുൻപുണ്ടായിരുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് സ്തോത്രം ജോ ബൈഡന് 126 വർഷം പഴക്കമുള്ള തങ്ങളുടെ കുടുംബത്തിൽ സൂക്ഷിച്ച ഒരു ബൈബിളിൽ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്താ അതിന്റെ അർത്ഥം? കാലങ്ങൾ നൂറ്റാണ്ടുകൾ കടന്നുപോയെങ്കിലും പഴക്കം കൊണ്ട് കാലഹരണപ്പെട്ടു പോയ ഒന്നല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം. കാലങ്ങൾ കടന്നു ചെല്ലും തോറും 1000 സൂര്യൻ നട്ടുച്ചയ്ക്ക് ഉദിച്ചാൽ പുറത്തു വരുന്ന ശോഭയേക്കാൾ അധികം ശോഭ പരത്തുന്ന ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എന്തിന് പ്രിയപ്പെട്ടവരെ, കൽക്കട്ട എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ കൽക്കട്ട എന്ന് പറയുന്ന സ്ഥലത്തിന് എന്താണ് ലോകോത്തര നിലവാരങ്ങളില് ആമേൻ അതിനെയും പീസ് സിറ്റി എന്നറിയപ്പെടുന്നത്? സമാധാന നഗരം. എന്താ അതിന്റെ അർത്ഥം? മിഷണറിമാർ കൊൽക്കത്തയുടെ തെരുവുകളില് നടത്തിയ ദൈവവചനത്തിന്റെ സ്വാധീനമാണ് കൊൽക്കത്തയെ ലോകത്തിന്റെ ഉത്തരങ്ങളില് അതിന്റെ നെറുകയില് ഒരു സമാധാനത്തിന്റെ നഗരം എന്ന പേരിൽ വരുത്താൻ കാരണം ഈ ദൈവത്തിന്റെ വചനം വരുത്തിയ മാറ്റമാണ്. ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് നമ്മൾ പറയുമ്പോൾ അതേതാ? ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡിനെ ലോകത്തിലെ സന്തോഷകരമായ രാജ്യമാക്കി മാറ്റിയത് ഈ ദൈവവചനത്തിന്റെ സ്വാധീനമാണ്. ഇന്ത്യയിൽ നോ വയലൻസ്, അഹിംസ എന്ന് പറയുന്ന ഒരു തത്വം നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽപ്പുണ്ട്. എങ്ങനെയാ അത് സംഭവിച്ചത്? 19 വയസ്സുള്ള മഹാത്മാഗാന്ധിജി ലോ പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ പോയപ്പോൾ തന്റെ റൂംമേറ്റ് ആയിരുന്ന ക്രിസ്ത്യാനിയായ തന്റെ റൂംമേറ്റ് വിശുദ്ധ തിരുവെഴുത്തെടുത്ത് ദിവസവും വായിക്കുന്നത് കണ്ടപ്പോൾ ഹൈന്ദവനായിരുന്ന മഹാത്മാഗാന്ധിക്ക് തന്റെ സ്നേഹിതനോട് ഒരു സംശയം ചോദിച്ചു: നീ വായിക്കുന്ന പുസ്തകം ഏതാണ്? 19 വയസ്സുള്ള മഹാത്മാഗാന്ധിജിയോട് തന്റെ ക്ലാസ്മേറ്റ്, തന്റെ റൂംമേറ്റ് ഇങ്ങനെ പറഞ്ഞു: ഇത് വിശുദ്ധ ബൈബിളാണ്, എനിക്കും കൂടെ വായിക്കാൻ തരുമോ? അദ്ദേഹം ആദ്യം അതിന്റെ പഴയ നിയമഭാഗങ്ങൾ വായിച്ചു. തനിക്കൊന്നും മനസ്സിലായില്ല. പുതിയ നിയമം താൻ വായിക്കാൻ തുടങ്ങി. 1-ാം അധ്യായം വായിച്ചു. വംശാവലി ആയതുകൊണ്ട് തനിക്കൊന്നും മനസ്സിലായില്ല. 2-ാമത്തെ അധ്യായം വായിച്ചു. അങ്ങനെ വായിച്ചു വന്നപ്പോൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ ശത്രുവിനെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച, പ്രത്യേകിച്ച് സെർമൻ ഓൺ ദ മൗണ്ട്, ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ആ ഗിരിപ്രഭാഷണത്തിന്റെ ഭാഗങ്ങൾ മഹാത്മാഗാന്ധിജി 19-ാമത്തെ വയസ്സിൽ വായിച്ചപ്പോൾ ബൈബിൾ തന്നെ സ്വാധീനിച്ചതിന്റെ ഒന്നാണ് നോ വയലൻസ്, അല്ലെങ്കിൽ അഹിംസ എന്ന് പറയുന്നത്. ആയുധമെടുക്കാതെ ശത്രുക്കളെ സ്നേഹിച്ചു കീഴ്പ്പെടുത്തുക എന്നുള്ള ആപ്ത തത്വം നമ്മുടെ ഈ മഹാരാജ്യത്ത് കൊണ്ടുവന്നത് ഈ ദൈവത്തിന്റെ വചനമാണ്. ചുരുക്കി ഞാൻ പറയട്ടെ, ഈ വചനത്തെ ആരെല്ലാം ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അവരെ എല്ലാം ഈ വചനം മാനിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ നാസ്തികനായിരുന്ന, അതുപോലെ ആമേൻ സ്തോത്രം, നിരീശ്വരവാദിയായിരുന്ന വോൾട്ടയർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: ഈ ദൈവത്തിന്റെ വചനം അപ്രസക്തമായി പോകും, ഇതൊരു 100 വർഷം പോലും ചരിത്രത്തിൽ കാണുകയില്ല എന്ന് പറഞ്ഞ വോൾട്ടയർ 83-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട് താൻ കല്ലറയിൽ പൊടിയായി മാറി. പക്ഷെ ഇന്നും നൂറ്റാണ്ടുകളായിട്ട് വോൾട്ടയറിന്റെ ജനീവയിലുള്ള വീടിനെ ആ ബൈബിൾ സൊസൈറ്റിയുടെ ആസ്ഥാന കേന്ദ്രം വിലയ്ക്ക് വാങ്ങിയിട്ട് ആയിരക്കണക്കിന് ബൈബിളുകൾ നിറച്ചു വെക്കുന്ന ബൈബിളിന്റെ ഗോഡൌൺ ആക്കി മാറ്റിയെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ഈ രാത്രിയിലെ വചനം അത്ര സ്വാധീനം വരുത്തുന്നതാണ്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനെ ചേർത്ത് പിടിക്കുന്നവനെ ദൈവം ചേർത്ത് പിടിക്കും. പക്ഷെ ഇതിനെ തിരസ്കരിച്ചാൽ അങ്ങനെയുള്ളവർ തിരസ്കരിക്കപ്പെടും. റാന്നിയിലുള്ളവർ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നെങ്കിൽ തെളിവ് സഹിതം ഞാനൊരു ചരിത്രം പറയാം. അടുത്ത പ്രാവശ്യം അമേരിക്കയിൽ നിന്നോ UK-യിൽ നിന്നോ മിഡിൽ ഈസ്റ്റിൽ നിന്നോ അല്ല ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് നിങ്ങളുടെ സ്വദേശത്തേക്ക് പോകുമ്പോൾ പത്തനംതിട്ടയിലെ റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു പുതിയ പാലമുണ്ട്, തൊട്ടടുത്തൊരു പഴയ പാലമുണ്ട്. പക്ഷെ പഴയ പാലം അത് നടുവ് ഒടിഞ്ഞു കിടക്കുകയാ, 2 പീസായിട്ട് വെള്ളത്തിൽ കിടക്കുകയാ. അതിപ്പോഴും അവിടെ കിടപ്പുണ്ട്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത് നീക്കം ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ പാലം ഒടിഞ്ഞു കിടക്കുക. ഇപ്പോൾ വാഹന ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പുതിയ പാലത്തിലൂടെയാ. ചരിത്രം ചോദിക്കണം റാന്നിക്കാരോട്. ഒരു പാവപ്പെട്ട ദൈവദാസൻ, 65 വയസ്സ് തോന്നിക്കുന്ന ഒരു പ്രായപ്പുള്ള ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ വചനം സുവിശേഷ ലഘുലേഖകൾ ഒരു തോൾ സഞ്ചിക്കകത്തിട്ട്
ആമേൻ. അവിടെയുള്ള കടകളിലും വീടുകളിലും ഒക്കെ ഇങ്ങനെ ദൈവത്തിന്റെ വചനം കൊടുത്തു പോകുമ്പോൾ അദ്ദേഹം റാന്നി പാലത്തിലൂടെ ഇങ്ങനെ പോകുകയാണ്. അപ്പോൾ ആ റാന്നി ജംഗ്ഷനിൽ നിന്ന് ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ ആ ദൈവദാസന്റെ പുറകെ വന്ന് ദൈവദാസനെ കളിയാക്കി പരിഹസിച്ചു. ആ പാലത്തിന്റെ നടുക്ക് വെച്ച് 65-ലധികം വയസ്സ് പ്രായമുള്ള വയോവൃദ്ധനായ കർത്തൃദാസന്റെ തോളിൽ നിന്ന് ആ തോൾ സഞ്ചി, ലഘുലേഖകൾ അടങ്ങിയ തോൾ സഞ്ചി ബലമായി പിടിച്ച് അതിന്റെ അകത്തുള്ള ദൈവത്തിന്റെ വചനം, അതിന്റെ പാംലെറ്റുകളെല്ലാം പുറത്തെടുത്ത് സിഗരറ്റ് ലാമ്പ് കൊണ്ട് ആ ദൈവത്തിന്റെ വചനം അവർ ആ പാലത്തിന്റെ നടുക്കിട്ട് കത്തിച്ചു. 3-ാമത്തെ ദിവസം റാന്നി പാലം 2ആയി നടുവ് പിളർന്ന പുഴയ്ക്കകത്തേക്ക് വീണത് റാന്നിയുടെ ചരിത്രത്തിന്റെ അകത്തുണ്ട്. ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് പോസിറ്റീവ് ഓഡിയൻസും കാണും, ഇതിനകത്ത് നെഗറ്റീവ് ഓഡിയൻസും കാണും, ഇതിനകത്ത് ന്യൂട്രൽ ഓഡിയൻസും കാണും. എന്ന് പറഞ്ഞാൽ വചനം ഏറ്റെടുക്കുന്നവര് കാണും, വചനം തിരസ്കരിക്കുന്നവര് കാണും, ഗുണത്തിനും ദോഷത്തിനും ഇല്ലാത്തവരും കാണും. അതുകൊണ്ട് ഈ രാത്രിയിൽ ഞാൻ അതുകൊണ്ടാണ് ഇത് രണ്ടും പറഞ്ഞത്. വചനം നീ ചേർത്ത് പിടിച്ചാൽ സ്വർഗം നിന്നെ ചേർത്ത് പിടിക്കും. വചനം നീ തിരസ്കരിച്ചാൽ ഈ രാത്രി ഒരു ഗുണവും ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവേ, ഈ രാത്രി എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഈ ശ്രേഷ്ഠമേറിയ ദൈവത്തിന്റെ വചനം ഈ രാത്രി എന്നോട് സംസാരിക്കണമേ. എന്നിൽ രൂപാന്തരം വരുത്തുന്ന, എന്റെ ആമേൻ സ്തോത്ര കുടുംബത്തിന്റെ ചരിത്രങ്ങളെ മാറ്റുന്ന, ലോകോത്തര നിലവാരങ്ങളിൽ ജനീവയെ, കൊൽക്കത്തയെ, ഫിൻലാൻഡിനെയൊക്കെ ഉയർത്തിയ ദൈവം എന്നെയും നിങ്ങളെയും രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ഈ വചനം കേൾക്കുന്ന എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തത്തില്ലേ? നിശ്ചയമായി മാറ്റം വരുത്തും. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവ് 3.5 വർഷമായിരുന്നു. ഈ 3.5 വർഷത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രചുര പ്രചാരം നേടിയ ക്രിസ്ത്യാനികളെ മാത്രമല്ല ലോക മനുഷ്യരെ കൂടെ ആകർഷിച്ച ഒന്നാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം. അതിൽ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് തിരുവായി മൊഴിഞ്ഞതാണ് ഇന്നത്തെ നമ്മുടെ പ്രസംഗ പ്രമേയം. മത്തായി 5:13. അതിങ്ങനെയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ചെറിയൊരു വാക്യമാണ്. അത് മാത്രമല്ല, അതിന്റെ അകത്തെ മെറ്റീരിയലും നമ്മൾ അത്ര വില കൊടുക്കുന്നതല്ല, ലോകം വില കൊടുക്കുന്നതല്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ പാർക്കുന്ന രാജ്യത്തൊക്കെ പ്രൊവിഷൻ സ്റ്റോർ കാണും. നിങ്ങൾ പ്രൊവിഷൻ സ്റ്റോറിൽ പോയാൽ എല്ലാ സാധനങ്ങളും അകത്ത് വെക്കും. ടോയ്ലറ്റ് കഴുകുന്ന ഹാർപ്പിക്ക് വരെ, വീട് തുടയ്ക്കുന്ന ഫിനോയിൽ വരെ അതകത്തത് വെച്ച് കടക്കാരൻ ലോക്ക് ചെയ്തിട്ടാണ് വീട്ടിൽ പോകുന്നത്. പക്ഷെ ഉപ്പുചാക്കു മാത്രം വെളിയിലിട്ടിട്ട്, ഒരു പൂട്ടും താഴുമിട്ട് അതിനെ പൂട്ടാതെ വെളിയിലിട്ടിട്ടാണ് ഉപ്പുചാക്ക് അവിടെ വെളിയിൽ കിടന്നിട്ടാണ് കടക്കാരൻ വീട്ടിൽ പോകുന്നത്. തനിക്കറിയാം ഉപ്പെടുക്കാൻ ആരും വരത്തില്ല. ഒന്ന് പറഞ്ഞു തുടങ്ങാം, ലോകം വില കൊടുക്കാത്ത ഒന്നാണ് ഉപ്പ്. എന്റെ യേശു ഈ രാത്രിയില് ലോകം വില കൊടുക്കാത്തതിന് വലിയ വില കൊടുക്കുന്ന രാത്രിയാണ്. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് വില കിട്ടാതെ നീ ഒരു റിജക്റ്റഡ് പീസായി നിൽക്കുന്നെങ്കിൽ, ദൈവദാസനെ, അഭിഷക്തനെ, പാസ്റ്റർ ഡേവിഡ് ജോസഫ് അവറുകളെ, സ്തോത്രം, ആമേൻ, സ്തോത്രം. റിജക്റ്റഡ് എന്ന് പലപ്പോഴും തോന്നുമ്പോൾ ഈ രാത്രികാലം വചനം ഏറ്റെടുത്ത് പറ, കർത്താവിന് വേണ്ടത് ലോകം വിലമതിക്കാത്തതിനെയാ കർത്താവിന് വേണ്ടത് കേട്ടോ. ലോകം വിലമതിക്കാത്തതിന്. ബിനീഷ് പാസ്റ്ററെ, സ്തോത്രം, 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 സന്തോഷം കേട്ടോ. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. കർത്താവിന് വേണ്ടത് ആർക്കും വേണ്ടാത്തതിനെയാ കർത്താവ്. ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു, ലോകം വിലമതിക്കാത്തതിനെയാണ് കർത്താവ് വിലമതിക്കുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണെന്ന്? അല്പം കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഞാനൊന്ന് വരികയാണ്. കെമിസ്ട്രി പഠിച്ചവരോ പഠിപ്പിക്കുന്നവരോ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. 2 എലമെന്റ്സുകൾ ചേർന്ന് ഉള്ള ഒന്നാണ് ഏത്? സോൾട്ട് എന്ന് പറയുന്നത്. സോൾട്ടിന്റെ കെമിക്കൽ ഫോർമുല അത് NaCl എന്നുള്ളതാണ്. Na എന്ന് പറഞ്ഞാൽ സോഡിയം എന്നും Cl എന്ന് പറഞ്ഞാൽ ക്ലോറൈഡ് എന്നും. ഇത് രണ്ടും 2 വാതകങ്ങളാണ്, മൂലകങ്ങളാണ്, 2 എലമെന്റ്സ് ആണ്. ഇതിന്റെ പ്രത്യേകത, ഈ Na അല്ലെങ്കിൽ സോഡിയം എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അതിനൊരു ഇൻബോൺ നേച്ചർ ഉണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ സോഡിയം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ആളിക്കത്തുന്നതാണ്. സോഡിയം ആളിക്കത്തുന്നതാണ്. എന്നാൽ ക്ലോറൈഡിന്റെ പ്രത്യേകത അത് ഹൈ പോയിസണസ് ആണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, Na എന്ന് പറയുന്ന ഈ ഉപ്പിന്റെ അകത്തുള്ള രണ്ട് മൂലകങ്ങളാണ് ഒരു ക്രിസ്റ്റലിന്റെ അകത്തായിരിക്കുന്നത്. ഈ രണ്ട് മൂലകങ്ങളും 2 സ്വഭാവമുള്ളതാണ്. സോഡിയത്തെ കുറിച്ച് ശാസ്ത്രലോകം പറയുന്നത് ഹൈ റിയാക്റ്റീവ് മെറ്റൽ എന്നാണ് പറയുന്നത്. ഹൈ റിയാക്റ്റീവ് മെറ്റൽ എന്ന് പറഞ്ഞാൽ
പ്രതികരിക്കുന്ന സ്വഭാവം എന്നല്ല, വളരെയധികം പ്രതികരിക്കുന്ന സ്വഭാവം. അത് വീടാണെങ്കിൽ വീട്, സഭയാണെങ്കിൽ സഭ, ജോലിസ്ഥലമെങ്കിൽ ജോലിസ്ഥലം, പാർക്കിംഗ് ഏരിയ ആണെങ്കിൽ അവിടെ, സൂപ്പർ മാർക്കറ്റ് എങ്കിൽ അവിടെ. എന്തിനേറെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു കാര്യം ഈ ട്രാഫിക്കിൽ നടന്നാൽ അവരോടും നമ്മൾ ഹൈ റിയാക്ട് ചെയ്യും. ഹൈ റിയാക്റ്റീവ് മെറ്റലും ഹൈ പോയിസണസ് ആയ രണ്ട് മെറ്റലും കൂടെ ചേർത്ത്, രണ്ട് മൂലകങ്ങളൂടെ ചേർത്ത് ഒരു ക്രിസ്റ്റലിന്റെ അകത്താക്കിയത് ആ കൃപ. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ രാത്രിയിൽ കർത്താവ് പറഞ്ഞതേ, പത്രോസേ, യാക്കോബേ, യോഹന്നാനെ, ഫിലിപ്പോസേ, ബർത്തലോമായേ, തോമസേ, മത്തായിയേ, ഇവരെല്ലാം ആണല്ലോ ശിഷ്യന്മാര്. ഈ 12 ശിഷ്യന്മാരും പല മാതാപിതാക്കൾക്ക് ജനിച്ചവരാ. ചിലര് ഹൈ റിയാക്റ്റീവ് സ്വഭാവമുള്ളവരാ. പത്രോസൊക്കെ വാളെടുത്തിട്ട് ഒറ്റ വെട്ടിനാണ് ENT സർജറി നടത്തിയത്. സ്വത്രം. കാരണം ഒന്നിനോടും തനിക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു ഹൈ റിയാക്റ്റീവ് മെറ്റലാണ്. എന്നാൽ തോമസ് എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഹൈ പോയിസണസ് ആണ്. കാരണം എല്ലാവരും യോഗത്തിന് വന്നിട്ട് പുള്ളി പറയുന്നു, ഞാൻ നിങ്ങളെ പോലൊന്നും അത്ര പൊട്ടനൊന്നുമല്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തൊന്നുമില്ല. എനിക്ക് വിശ്വസിക്കണമെങ്കിൽ ആ കർത്താവിന്റെ കൈയൊക്കെ ഒന്ന് കണ്ടാൽ, രക്തക്കറയൊക്കെ ഒന്ന് കണ്ടാലേ ഞാൻ ഹൈ പോയിസണസാ. ഇങ്ങനെയുള്ള പലതും കുടുംബത്തിലും സഭയിലും ഒക്കെ കാണും. ഹൈ പോയിസണസാ. കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ രാത്രിയിലെ എന്റെ പ്രസംഗത്തിന്റെ പ്രമേയം യൂണിറ്റി എന്നുള്ളതാണ്. യൂണിറ്റി എന്നുള്ളത് ഉപ്പിന്റെ അകത്ത് രണ്ട് സ്വഭാവമുള്ള രണ്ട് കെമിക്കലുകൾ ഐക്യതയോടെ വന്നപ്പോൾ ഹൈ റിയാക്റ്റീവ് കത്തുന്ന സ്വഭാവമുള്ള ഈ സോഡിയവും പിന്നെ ഹൈ പോയിസണസ് ആയിരിക്കുന്ന ഈ ക്ലോറൈഡും കൂടെ ഒരുമിച്ച് ഒരു ക്രിസ്റ്റലിനകത്താകാൻ വന്നപ്പോൾ സ്വത്രം ചെയ്താട്ട് ഇനിയാണ് അതിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നത്. ഇത് അനേക നിലകളിൽ അത് ക്രിയ ചെയ്യും. ഈ രാത്രികാലം പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഈ വിവാഹം കഴിപ്പിക്കുമ്പോൾ ഈ കർത്തൃദാസന്മാര് പറയും, സണ്ണിയാകുന്ന ഞാൻ, പിന്നെ സൂഷിയാകുന്ന നിന്നെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ദൈവദാസന്മാര് പറയുന്നൊരു കാര്യമുണ്ട്. വ്യത്യസ്ത മാതാപിതാക്കളാൽ, വ്യത്യസ്ത പശ്ചാത്തലത്തിൽ, വ്യത്യസ്ത സ്വഭാവങ്ങളിൽ. അതിന്റെ അർത്ഥം രണ്ട് മൂലകങ്ങളെ ഒരു ക്രിസ്റ്റലിനകത്താക്കാൻ പോവുക വിവാഹത്തോടു കൂടി. സണ്ണിച്ചാനാണെങ്കിൽ മൂക്കിന്റെ അറ്റത്താ ദേഷ്യം, ഹൈ റിയാക്റ്റീവ് ഗായ, സ്വത്രം, തൊട്ടാ മതി പ്രതികരിക്കും. എന്നാൽ സൂസിയാണേലോ, അത് പോയിസണസാ, ഫോൺ എടുത്താ മതി, അത് വിഷം മാത്രമേ കലർത്തുകയുള്ളൂ. പക്ഷെ ഇതിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്തെന്നാക്കിന്നറിയാമോ? വിശുദ്ധ വിവാഹത്താൽ ഒരു ക്രിസ്റ്റലിനകത്താക്കി. ഗ്ലോറി, സ്വത്രം ചെയ്താട്ട്. ആമേൻ. കാറിന്റെ ഡ്രൈവർ സീറ്റിൽ ഭർത്താവും തൊട്ട് ഇപ്പുറത്ത് ഭാര്യയും ഇരിക്കുകയാണ്, ഈ വലിയ കുഴപ്പമില്ല. എന്നാൽ ഭർത്താവ് വണ്ടി ഓടിക്കുകയും ഭാര്യ ഏറ്റവും പുറകിൽ പോയിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അച്ചായൻ ഇന്ന് ഹൈ റിയാക്റ്റീവ് മെറ്റലും ഭാര്യ ഇന്ന് പോയിസണസും ആയിരിക്കുക. എന്തിനേറെ, പാസ്റ്റർമാർക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ദൈവദാസന്മാരെ നോക്കിക്കോണം, ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോ ഭാര്യ ഭർത്താവിന്റെ കൂടെ ബൈക്കേ വരുമ്പോ ഈ പ്രത്യേകിച്ച് ഈ പുരുഷന്മാരുടെ ഈ വയറിന് താഴെ ഒരു പ്രത്യേക ഭാഗം ഇങ്ങനെ ഇങ്ങനെ ബഡ്ജായി നിപ്പുണ്ട്. അതിനെക്കുറിച്ച് മെഡിക്കൽ സയൻസ് പറയുന്നത് ലേഡീസ് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ബൈക്കേ പോകുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി, അച്ചായനോട് സ്നേഹം വർദ്ധിക്കുമ്പോൾ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഫാറ്റ് സെഷൻ ഈ വയറിന്റെ ഈ ബട്ടക്സിന്റെ മുകളിലായിട്ട് ഈ വയറിന്റെ ഭാഗത്തുണ്ട്. അതിനെ വിളിക്കുന്നത് മെഡിക്കൽ സയൻസ് വിളിക്കുന്നത് ലേഡീസ് ഹാൻഡിൽ എന്നാ. അപ്പൊ അവിടെ പിടിച്ചോണ്ട് ഈ ആരാധനയ്ക്ക് കയറി വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഇന്ന് ഉപ്പായിട്ടാ വരുന്നത്. അപ്പോൾ തന്നെ ബൈക്കിൽ തന്നെ ഈ ബൈക്ക് മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ അവിടെയും ആ സീറ്റിന്റെ അടുത്തൊരു കമ്പി ഇങ്ങനെ വളച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെയും പേര് ലേഡീസ് ഹാൻഡിൽ എന്നാ. അപ്പം വയറെ പിടിച്ചാൽ ഉപ്പാണെന്നും കമ്പിയെ പിടിച്ചാൽ അല്ലെങ്കിൽ വളയത്തെ പിടിച്ചാൽ ഇന്ന് രണ്ടും പോയിസൺ ആയിട്ടാ വന്നേന്ന് ഞാൻ പാസ്റ്റർമാരുടെ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്. ഈ രാത്രി എന്തിനാ ഇരിപ്പ് കാണുമ്പോഴേ അറിയാലോ, ഇപ്പോഴും യോഗത്തിന് മുമ്പ് എന്തിനാടി ഇത്രയും നേരത്തെ പങ്കെടുക്കുന്നത്? ചപ്പാത്തി കഴിച്ചിട്ടിരുന്നാ പോരേടി, പ്രസംഗം 8 മണിക്കല്ലേടി, എന്തിനാടി ഇത്രയും നേരം? ഈ ഹൈ റിയാക്റ്റീവ് അച്ചായന്മാരുടെ കൂടൊക്കെ ഈ പോയിസണസ് അമ്മാമയൊക്കെ ഒരുമിച്ച് ജീവിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ കുഴപ്പമാ. ഈ രാത്രി ദൈവമക്കളെ, ഐക്യതയെ കെടുത്തിക്കളയുന്ന ദുഷ്ട വ്യാപാരത്തെ ഇന്ന് രാത്രി ശാസിക്കാൻ പോവാ. യേശു പറയാ, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ.
രണ്ട് സ്വഭാവമുണ്ട്, പല സ്വഭാവമുണ്ട്. പലരായ നിങ്ങൾ ഏകാത്മാവിനാൽ നിങ്ങൾ ഒരുമിച്ചാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. നിങ്ങളുടെ അകത്ത് ഡിവൈഡിങ് സ്പിരിറ്റ് ഉണ്ടായാൽ, നിങ്ങളുടെ അകത്ത് വിഘടനം ഉണ്ടായാൽ, കാരണം നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പടവും വലയുമൊക്കെ എടുത്ത് നിങ്ങൾ മുക്കുവ ജോലി ചെയ്തവരാ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പോകാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം. പക്ഷെ ഇത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിച്ചതാ. അതുകൊണ്ട് ഇനി നിങ്ങളുടെ പഴയ സ്വഭാവം ഇനി ഇവിടെ പറ്റില്ല. നിങ്ങൾ ഉപ്പാണ്. ഇത് കർത്താവ് ആരോടാ പറഞ്ഞെന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. 5-ാം അധ്യായം പഠിച്ചാൽ നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു പുരുഷാരത്തെ കണ്ട ഉടനെ മലയിൽ കയറി. 5:1 യേശു കർത്താവ് പുരുഷാരത്തെ കണ്ട ഉടനെ മലയിൽ കയറി. ആ മലയിൽ യേശു കയറി ചെന്നപ്പോൾ യേശു കർത്താവിന്റെ ശിഷ്യന്മാരും യേശുവിന്റെ കൂടെ ചെന്നു. യേശു തിരുവായി മൊഴിഞ്ഞ് അവരോട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇത് പൊതുസമൂഹത്തോട് പറഞ്ഞതല്ല, പബ്ലിക് മീറ്റിംഗിൽ കർത്താവ് പറഞ്ഞ കാര്യമല്ല, മറിച്ച് സകലതും വിട്ട് കർത്താവിന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയ ശിഷ്യന്മാരോട് സ്പെസിഫിക് ആയിട്ട് കർത്താവ് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ. നിങ്ങൾ അതിന്റെ ക്വാളിറ്റി കാണിച്ചില്ല എങ്കിൽ, ആ 13-ാം വാക്യത്തിന്റെ 2-ാമത്തെ ലൈൻ കണ്ടോ, നിങ്ങളുടെ അകത്ത് ഈ കാരമില്ലാതെ പോയാൽ, അതിന്റെ അർത്ഥം എന്താ? കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ എഫക്ട് ടേസ്റ്റ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇതിനകത്ത് ഡിവൈഡിങ് സ്പിരിറ്റ് ഉണ്ടായാൽ ആർക്കും നിങ്ങളെ കൊള്ളത്തില്ല. പക്ഷേ നിങ്ങൾ ഇതിനകത്ത് ഐക്യതയോടെ ഇരുന്നാൽ ഇതിന്റെ അകത്ത് ചില ഗുണങ്ങളുണ്ട്. അത് അനേകർക്ക് പ്രയോജനമായി മാറും. ഇനിയും ഇതിന്റെ അകത്ത് ഐക്യതയോടുകൂടി അല്ല നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ സംഭവിക്കുന്നത്, ലോകം നിങ്ങളെ ഇട്ട് ചവിട്ടും. ഇന്നത്തെ സ്തോത്രം, ഈ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ChatGPT ഒക്കെ നിറഞ്ഞാടുന്ന തിമിർത്താടുന്ന ഈ കാലഘട്ടത്തിൽ ആ ഭാഷയിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അല്ലാതെ നമുക്ക് ഈ നാളുകളിൽ ഐക്യതയോടെ ജീവിക്കാൻ പറ്റത്തില്ല. ഐക്യതയോടെ ജീവിക്കുന്നില്ല എങ്കിൽ മത്തായി 5:13 പറയുന്നു, നിങ്ങളെ പുറത്തിട്ട് ചവിട്ടും. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര പേരെയായിട്ട് ചവിട്ടുന്നത്, മാസ് മീഡിയയിലെ ഫ്ലാഷ് ന്യൂസുകൾ പുറപ്പെടുവിച്ച് എത്ര പേരെയായിട്ട് ചവിട്ടുന്നത്. വിശ്വാസികൾ എന്ന ലേബലിൽ, ക്രിസ്ത്യാനി എന്ന ലേബലിൽ, പെന്തക്കോസ്തുകാരെന്ന ലേബലിൽ, പാസ്റ്റർമാർ എന്ന ലേബലിൽ, പാസ്റ്റർമാരുടെ മക്കൾ എന്ന ലേബലിൽ, വിശ്വാസികളുടെ മക്കൾ എന്ന ലേബലിൽ എത്രയോ പേരെ ഇന്ന് ലോകം ഇട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അതിന്റെ കാര്യമെന്നറിയാമോ? കാരമില്ലാതെ പോകുന്നതാണ്, സ്വഭാവ ദൂഷ്യമാണ്. ഈ കോവിഡ് കാലം അനേകർക്ക് ബിഹേവിയറൽ ചേഞ്ചസ് വരുത്തി. ബിഹേവിയറൽ ചേഞ്ചസ്. ഈ രാത്രിയിൽ ബിഹേവിയറൽ ചേഞ്ചസ് വന്നവർക്ക് പരിശുദ്ധാത്മാവ് ഒരു ബിഹേവിയറൽ ഓൾട്ടറേഷൻ നടത്താൻ ആഗ്രഹിക്കുക, ചില റിപ്പയറുകൾ നടത്താൻ ആഗ്രഹിക്കുക. ഈ മെസ്സേജ് പ്രോസ്പെരിറ്റിക്കുള്ള മെസ്സേജ് അല്ല, ഇതൊരു എഡിഫിക്കേഷൻ ഉള്ള മെസ്സേജ് ആണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതൊരു എഡിഫിക്കേഷൻ ഉള്ള മെസ്സേജ് ആണ്. രാത്രി ഇവിടെ പ്രാർത്ഥിച്ച ആരോ പറഞ്ഞല്ലോ, കർത്താവേ ഈ രാത്രി ഞങ്ങളെ പണിയണമേ, വചനത്താൽ പണിയണമേ എന്ന് ആരോ പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയും കൂടെയാണ് ഈ ദൂത്. സ്വത്രം. നമ്മളൊക്കെ പലപ്പോഴും ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ തല കൊണ്ടുവന്ന് ഇങ്ങനെ സ്ക്രീനിൽ ക്യാമറയുടെ മുമ്പിൽ കൊടുക്കും. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്തേലും പ്രവചനം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞേക്കണേന്നാ. ആവശ്യമുള്ളതൊന്നും വേണ്ട. ഈ പ്രവചനം കേൾക്കാൻ വേണ്ടി നല്ല കാര്യം കേട്ടോ, പ്രവചനമൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. കാരണം മഞ്ഞ് പെയ്യുന്ന രാജ്യത്തിൽ വിടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്ന് രാത്രി അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതൊക്കെ കാണാം. എന്നാൽ മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് പോയവരോട് ചോദിക്കണം, അവർ പറയുക, പാസ്റ്റേ നാണക്കേട് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, നാട്ടിൽ വരാൻ പറ്റത്തില്ല, കാരണം കടമുണ്ട്. അത് മാത്രമല്ല, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കാരണം പപ്പായും മമ്മിയൊക്കെ സഭയിൽ എഴുന്നേറ്റ് പറഞ്ഞു, മക്കള് കാനഡയിലാണ്, അവരവിടെ നിന്നുകൊണ്ട് മഞ്ഞിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് തന്നു, ഇനിയിപ്പോൾ എങ്ങനെ ഈ കേരളത്തിൽ വരും? ഇതുകൊണ്ടൊക്കെ നാണക്കേട് കൊണ്ട് പലരും നിൽക്കുക. എല്ലാവരും അല്ല കേട്ടോ, ചിലരൊക്കെ. അതുകൊണ്ട് ഞാൻ ആരെയും മഞ്ഞ് പെയ്യുന്ന രാജ്യത്തിലേക്ക് അയച്ചിട്ട് അവരുടെ കണ്ണുനീര് കണ്ട് ആ ശാപം മേടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വത്രം ചെയ്താട്ട്. സ്പിരിച്വൽ മാനിപ്പുലേഷൻ ഒക്കെ ഒത്തിരി നടക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വചനം, ഒരു ഉദാഹരണം ഞാൻ പറയാം. ആവശ്യമുള്ളതിന് കാത് കൊടുക്കാവൂ. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് നാട്ടിൽ നിന്ന് പോയ ഒരു മലയാളി കുടുംബം ഉണ്ടായിരുന്നു, നേഴ്സായിരുന്നു. അപ്പം ഡിപ്പെൻഡഡ് ആയിട്ട് ഒരു 65 വയസ്സുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിയെയും ഈ നേഴ്സമ്മാമ അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ മോൻ ഇവിടെ നാട്ടില് എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു. അവധി കിട്ടിയപ്പോൾ മോനെയും അങ്ങ് കൊണ്ടുപോയി എഞ്ചിനീയറിംഗിന്. അവൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആകാൻ മമ്മിയുടെ കൂടെ ആണെങ്കിൽ കുറച്ചു നേരം പഠിക്കുമല്ലോ എന്ന് വെച്ചോണ്ട് അവനെയും കൊണ്ടുപോയി. അങ്ങനെ മമ്മി രാത്രി ജോലിക്ക് പോയി. ഈ അമ്മച്ചിയും മോനും കൂടെ ഒരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് അവിടുത്തെ അമ്മ, നേഴ്സ്. അപ്പം വല്യമ്മച്ചിയും കൊച്ചുമോനും കൂടെ രാത്രിയിൽ ആ വീട്ടിൽ പാർക്ക് ചെയ്യുക. അപ്പൊ
വല്യമ്മച്ചിക്ക് രാത്രി ഓട്സ് മാത്രം മതി. അപ്പൊ അമ്മച്ചി ഓട്സ് കഴിച്ചിട്ട് രാത്രി ഇങ്ങനെ ഒരു മയക്കത്തിലേക്ക് ഇങ്ങനെ പോയി. അപ്പൊ മോൻ എഞ്ചിനീയറിംഗിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആകുക. അപ്പൊ മോൻ പറഞ്ഞു അമ്മച്ചി പോയി കിടന്ന് ഉറങ്ങിയോ അമ്മച്ചി. അപ്പൊ യുദ്ധം നല്ല കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയ. അപ്പൊ അമ്മച്ചി പോയി കിടന്ന് ഉറങ്ങിയോ അമ്മച്ചി. രാത്രിയിൽ മിസൈൽ വല്ലതും വരികയാണെങ്കിൽ സൈറൻ ഉണ്ടാക്കും. അപ്പൊ സൈറൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ വന്ന് പറയാം. അപ്പൊ അമ്മച്ചി എഴുന്നേറ്റാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി ആ കൊച്ചുമോന്റെ വാക്ക് കേട്ട് പോയി അങ്ങോട്ട് കിടന്നു. ഒരു 11:30 ആയി. നല്ലൊരു മയക്കത്തിലേക്ക് അമ്മച്ചി വന്നപ്പോ കൊച്ചുമോ വന്ന് വിളിക്കുക, അമ്മച്ചി 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 എഴുന്നേറ്റ്, സൈറൻ മുഴങ്ങുന്നു സൈറൻ മുഴങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി ഉറക്കത്തിന്റെ ആ ഒരു വല്ലാത്ത ഒരു കണ്ടീഷനിൽ എഴുന്നേറ്റ് ആദ്യം കട്ടിലിൽ ഇരുന്ന് ഇങ്ങനെ പരമിയൊക്കെ ഇരിക്കുന്നു. അപ്പൊ അപ്പോഴേക്കും അവിടുത്തെ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തു. അപ്പൊ കൊച്ചുമോൻ പെട്ടെന്ന് ഈ മൊബൈലിന്റെ ടോർച്ച് ഓൺ ചെയ്ത് കൊടുത്തു. അമ്മച്ചി എഴുന്നേറ്റ് വന്നാട്ടെ, നമുക്ക് ബങ്കറിലോട്ട് പോകണം, കാരണം അലാറം മുഴങ്ങി സൈറൻ മുഴങ്ങി ഇത്രയും നിമിഷത്തിനുള്ളിൽ നമ്മൾ ബങ്കറിലേക്ക് പോകണം, അല്ലെങ്കിൽ പിന്നെ അത് വലിയ അപകടമാണ് എന്ന് പറഞ്ഞ് ഈ കൊച്ചുമോൻ ഇങ്ങനെ മൊബൈലിന്റെ ടോർച്ച് ഇങ്ങനെ അടിച്ചു കൊടുത്തപ്പം അമ്മച്ചി കട്ടിലേന്ന് ഇറങ്ങിയിട്ട് നിലത്തിരിക്കുക. അപ്പൊ കൊച്ചുമോൻ പറഞ്ഞു അമ്മച്ചി എഴുന്നേക്ക അമ്മച്ചി എന്ന് പറയുമ്പോഴും ഈ മൊബൈൽ ടോർച്ചിന്റെ വെട്ടത്തിൽ കാണാം അമ്മച്ചി ഈ കട്ടിക്കീഴിൽ എന്തോ ഇങ്ങനെ തപ്പുക. അപ്പം കൊച്ചുമോൻ ചോദിച്ചു എന്തോ അമ്മച്ചി ഈ തപ്പുന്ന, വാ അമ്മച്ചി എന്ന് പറഞ്ഞു മോനെ ഇന്നലെ രാത്രി ഓട്സ് കഴിച്ചിട്ട് ഞാൻ എൻ്റെ വെപ്പ് പല്ല് ആ ലായനിക്കകത്ത് ഞാനൊരു ബോട്ടലിനകത്ത് ഇട്ട് വെച്ചേക്കുമായിരുന്നു മോനെ, എഴുന്നേറ്റപ്പോ അത് കാണാനില്ല എന്ന് പറഞ്ഞു. ഉടനെ കൊച്ചുമോൻ പറഞ്ഞു അമ്മച്ചി ആകാശത്തുനിന്ന് പൊറോട്ടയും ചിക്കനും അല്ല വരുന്നത്, മിസൈൽ അമ്മച്ചി വരുന്നത്, ഇറങ്ങി ഓടമ്മച്ചി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായില്ല. തലയ്ക്ക് മുകളിൽ വന്ന് മിസൈൽ പൊട്ടാൻ തുടങ്ങുമ്പോ ഇവിടെ വെപ്പുവല്ല് അന്വേഷിക്കുന്ന അമ്മച്ചിയെ പോലെ ഇന്ന് പലരും യോഗത്തിനകത്ത് വന്നിരിക്കുന്നത് തപ്പോടെ തപ്പാണ്. എന്തോ അമ്മച്ചിന്ന് ചോദിച്ചാൽ പറയും വെപ്പുവല്ലാന്ന്. ഞാൻ പറയട്ടെ, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക്, കാലം അതിന്റെ അന്ത്യത്തിലേക്ക്, ലോകം അതിന്റെ വിനാശത്തിലേക്ക് വന്നെത്തിയിരിക്കുമ്പോഴേ ഞാനും നിങ്ങളും സ്വഭാവത്തിന് മാറ്റം വന്ന് നിത്യതയിലേക്ക് പോകാൻ ഒരുങ്ങിക്കോണം. സ്വത്രം. എനിക്കറിയത്തില്ല ബീനാശ്രീ യോഗം ക്രമീകരിച്ചിരിക്കുന്നത് പ്രവചന ശബ്ദം മാത്രം കേൾക്കാനാണോ എങ്കിൽ ആരോ റോങ് ഗൈഡ് ചെയ്ത് എന്നെ വിളിപ്പിച്ചതാ. സ്വത്രം. ഞാൻ അതുകൊണ്ട് എന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത നിങ്ങളെ അമേരിക്കയിൽ എത്തിക്കുന്ന ഏജൻസി അല്ല, നിങ്ങളെ നിത്യതയിലേക്ക് കൊണ്ടുപോകാനുള്ള വിസയുമായിട്ടാണ് ഇന്ന് രാത്രി ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ മണ്ണാശയ്ക്ക് യാതൊരു പ്രാധാന്യവും ഞാൻ കൊടുക്കത്തില്ല. സ്വഭാവത്തിന് ഇന്ന് രാത്രി മാറ്റം ഉണ്ടാകണം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? സന്തോഷം സന്തോഷം. സ്വത്രം. ഈ വെപ്പുവല്ല് പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ആശയം കൂടെ വന്നത് ഇങ്ങനെയാണ്. ഈ ചിലരൊക്കെ ഈ യോഗത്തിന് മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ചിരിക്കും. ഇതിനകത്തും കുറെ പേരൊക്കെ ചിരിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളെ കണ്ടപ്പോൾ പ്രസംഗിക്കാൻ ആവേശം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ നല്ല ഉത്സാഹമുള്ളവരാ. സാധാരണ ഇതെത്ര 813ാമത്തെ മീറ്റിംഗ് എന്നങ്ങാണ്ട് ഇവിടെ ഞാൻ കണ്ടു. 813. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, കർത്താവേ 813 മീറ്റിംഗ് പങ്കെടുത്തിട്ട് ഇത്രയും ഉത്സാഹത്തോടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. നിങ്ങളുടെ ഉത്സാഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്തുമായി പോകട്ടെ, എന്നാലും ഇരുന്ന് ചിരിക്കുന്നല്ലോ. ചിലരൊക്കെ ഞങ്ങൾ ഈ കൺവെൻഷനും മറ്റു ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ 100 കണക്കിന് പ്രിയപ്പെട്ടുള്ളിടത്ത് പോയി പ്രസംഗിക്കുന്നു. അപ്പൊ ഈ മുൻഭാഗത്തിരുന്ന് ചിലരൊക്കെ ഇങ്ങനെ ചിരിക്കുന്ന കാണാം. പക്ഷെ അവർക്ക് ഒരു ദൈവമായ ഒരു ബന്ധവുമില്ല. അതിന് ഞങ്ങൾ പറയുന്ന കാര്യം ഈ വെപ്പുവല്ല് പോലാന്നാ. കാരണം ഈ വെപ്പുവല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് അത് ഈ ഞരമ്പും തലയുമായിട്ട് എന്തില്ല, ബന്ധമില്ല. നല്ല ഒരു ചിക്കൻ 65 ഒരു കടി കടിച്ചാൽ 3 കഷണമായിട്ട് പീസ് കയ്യിലിരിക്കും. 50,000 മോൻ അമേരിക്കന്ന് വന്നപ്പോ അമ്മച്ചിക്ക് മേടിച്ചു കൊടുത്താന്ന് പറഞ്ഞാലും ഒരു പരിധിയിൽ കൂടുതൽ ചിക്കനെ കടിച്ചാൽ കഷണം 3 കയ്യിലിരിക്കും. ഇതുപോലെയാ ചിലരൊക്കെ യോഗത്തിന്റെ മുൻപിൽ ഇരുന്ന് ചിരിക്കും, പക്ഷെ ഒരു പ്രതികൂലം വന്ന 3 കഷണമായിട്ട് ഇതേ കിടക്കുന്നു. പിന്നെ യോഗത്തിനും ഇല്ല, പ്രാർത്ഥനയ്ക്കും ഇല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും നിങ്ങൾക്ക് തരാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നരമ്പും തലയുമായിട്ടുള്ള ബന്ധം സമം. തല എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ തല ക്രിസ്തുവാണ്. ഈ രാത്രി ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത ആർട്ടിഫിഷ്യൽ സ്പിരിച്വാലിറ്റി ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. പിന്നെ കുഴപ്പമില്ല, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പായസം കുടിക്കാനോ അല്ലെങ്കിൽ കാച്ചി കുറുക്കിയ ഓട്സ് ഒറ്റ വലിക്ക് അകത്ത് കയറ്റാണ്. കാരണം പല്ലിന്റെ സപ്പോർട്ട് വേണ്ടല്ലോ. ഇതിനൊക്കെ കൊള്ളാം, ചിരിക്കാൻ കൊള്ളാം. പക്ഷെ വിശ്വാസിയെ കുറിച്ച് വചനം പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ. ഞാൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറയുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന 51 പേർക്കും എനിക്കടക്കം വേണ്ടത് ജനത്തിന്റെ മുൻപിലുള്ള ആർട്ടിഫിഷ്യൽ സ്പിരിച്വാലിറ്റി അല്ല. ഈ രാത്രിയിൽ ഞാൻ പറയട്ടെ, ഇതൊരു മൗത്ത് സർവീസ് അല്ല സ്പിരിച്വാലിറ്റി.
ആത്മീകം എന്ന് പറയുന്നത് മൈക്കിന്റെ സൗണ്ട് അല്ല, അത് മനസ്സിന്റെ സൗണ്ടാണ്. ആരാധന എന്ന് പറഞ്ഞാൽ ഹാർട്ട് ടു ഹാർട്ട് ആൻഡ് സോൾ ടു സോൾ ആണ്. ഹൃദയവും ആത്മാവുമായിട്ടുള്ള ബന്ധമാണ്. ഏതാണ് ഈ ഹൃദയം? എന്റെ ഹൃദയം. മറ്റൊരു ഹൃദയം ആരാണ്? ദൈവത്തിന്റെ ഹൃദയം. ഏതാണ് ആത്മാവ്? എന്റെ ആത്മാവ്. മറ്റൊരു ആത്മാവ് ഏതാണ്? ദൈവത്തിന്റെ ആത്മാവ്. എന്റെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും, എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിലുള്ള ഇന്ന് രാത്രി ആ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സമയം വേഗത്തിൽ കടന്നു പോകുന്നുവല്ലോ. അപ്പൊ ഈ രാത്രി നമ്മുടെ പ്രസംഗത്തിന്റെ പ്രമേയം എന്താണ്? ഐക്യത എന്നുള്ളതാണ്, യൂണിറ്റി എന്നുള്ളതാണ്. ഒരു വാക്യം വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞ, ഇതും യേശുക്രിസ്തു പറഞ്ഞതാണ്, ഇനി വായിക്കാൻ പോകുന്ന വാക്കും യേശുക്രിസ്തു പറഞ്ഞതാണ്. ഒന്ന് വായിച്ചാട്ട് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 25-ാമത്തെ വാക്യം. ആരെങ്കിലും സ്ലോലി, ലൗഡ്ലി ആൻഡ് ക്ലിയർലി ഒന്ന് വായിച്ചാട്ട് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 25-ാമത്തെ വാക്യം വേഗത്തിൽ. അവരുടെ നിരൂപണം അറിഞ്ഞു അവരോട് പറഞ്ഞത്, ഒരു രാജ്യം ചിദ്രിക്കുമെങ്കിൽ ശൂന്യമാകും. അടുത്ത വാക്യം, ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ നിലനിൽക്കുകയില്ല. ഇവിടെ ഇതാ, താങ്ക് യു സിസ്റ്റർ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ വായിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഒരു രാജ്യം തന്നിൽ ചിന്തിച്ചാൽ നിലനിൽക്കാൻ കഴിയുകയില്ല. 2, ഒരു പട്ടണമോ ഗ്രഹമോ. അവിടുത്തെ ആ ഒരു 3-ാമത്തെ വാക്ക് ഞാൻ എടുക്കുകയാണ്, ഗ്രഹം. യേശു പറയുകയാണ്, ഗ്രഹം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അവിടെ എങ്ങനെയാണ്? ഹൗസ് ഡിവൈഡഡ് എന്നാണ് ഇരിക്കുന്നത്. ഡിവൈഡിങ് സ്പിരിറ്റ്. വീടുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ചില ദുരാത്മാവിന്റെ ശക്തിയുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഐക്യതയോടുകൂടെ കുടുംബത്തിന്റെ അകത്ത് മുന്നോട്ട് പോകേണ്ടതിന് പകരം ഡിവൈഡിങ് സ്പിരിറ്റ്. ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ വാക്ക് അവിടെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഹൗസ് ഡിവൈഡഡ് എന്നാണ്. ഭവനത്തെ ഛിദ്രിച്ചു കളയുന്ന അനുഭവങ്ങൾ. ഞാനൊരു കാര്യം പറയാം. വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ വീട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വീട് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. കുടുംബം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ നിങ്ങൾ ഭവനം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താ ഈ വീട്? വീട് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്, അതൊരു ബിൽഡിംഗ് ആണ്. ഇഷ്ടിക കൊണ്ട് സിമെന്റ് കൊണ്ട് കെട്ടിയ ഒരു കെട്ടിടമാണ് വീട്. 127-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ശലോമോൻ പറയുന്നുണ്ട്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കും. യഹോവ വീട് പണിയുക. വീട് സമയം കെട്ടിടം. എന്നാൽ കുടുംബം എന്ന് പറയുന്ന ഒന്നുണ്ട്. കുടുംബം. ആ കുടുംബം ഏതാന്ന് ചോദിച്ചാൽ ഈ പണിത വീട്ടിന്റെ അകത്ത് പാർക്കുന്ന വ്യക്തികളാണ് കുടുംബം. അതിനകത്ത് അപ്പനുണ്ട്, അമ്മയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അതാണ് കുടുംബം. സ്വത്രം ചെയ്താട്ട് ഈ വീട് എത്ര വലുതാണെങ്കിലും കുടുംബം നന്നാകണമെന്നില്ല. എന്നാൽ വീട് ചെറുതാണേലും കുടുംബം നന്നായാൽ അതിനെയാണ് ഭവനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. വീട് വലുതായിട്ട് അപ്പനും അമ്മയും തമ്മിൽ ഐക്യതയില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യതയില്ല. വീട് വലുതാണ്, മക്കളും മാതാപിതാക്കളും തമ്മിൽ ഐക്യതയില്ല. വീട് വലുതാണ്. മോൻ വിവാഹം കഴിച്ചു, വളരെ ആഗ്രഹത്തോടു കൂടി വളർത്തിക്കൊണ്ട് വന്നതാണ്, വളരെ സന്തോഷത്തോടു കൂടി വളർത്തിക്കൊണ്ട് വന്നതാണ്. പക്ഷെ വിവാഹം കഴിച്ചതോടുകൂടെ മോന്റെ സ്വഭാവം മാറി, അമ്മയുടെ സ്വഭാവവും മാറി. അങ്ങനെ ചിലരങ്ങനെയാണ്. വിവാഹം കഴിക്കുന്നത് വരെ സ്വഭാവത്തിന് വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. പക്ഷെ മോൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ പിന്നെ അമ്മയുടെ സ്വഭാവം അങ്ങ് മാറും. ചിലരൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മായിമ്മയാകാൻ വേണ്ടി. എന്തിനാ? പോരെടുക്കാൻ വേണ്ടി, കൃപ തരാൻ. മനസ്സിലായില്ല? ആട്ടെ, എവിടെങ്കിലുമൊക്കെ അത് ഇന്ന് രാത്രി ക്രിയ ചെയ്ത് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ വീട് വലുതായതുകൊണ്ട് കാര്യമായില്ല, അത് കുടുംബമാകണം. അമേരിക്കയിൽ നിന്നൊക്കെ ചിലർ ഇവിടെ ജോയിൻ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. USA എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പേടിപ്പിക്കാനാണെന്ന് അറിയത്തില്ല. ഏതായാലും ഉണ്ടല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സൂമിൽ നോക്കിയൊക്കെ പേര് വിളിക്കാൻ പേടിയാ. ഈയിടെ ഒരിടത്ത് ഒരു ദൈവദാസൻ പറഞ്ഞു, ഇപ്പോൾ സൂസമ്മ പ്രാർത്ഥിക്കും, യോഗത്തിന്റെ അനുഗ്രഹത്തിനായി സൂസമ്മ പ്രാർത്ഥിക്കും. അപ്പം ഈ ഡിവൈസിന്റെ താഴെ എഴുതിയേക്കുന്ന സൂസമ്മ എന്നാ. ഉടനെ അപ്പുറത്തുനിന്ന് ഒരു ശബ്ദം, പാസ്റ്റേ സൂസമ്മയല്ല, അവൾ ഇവിടെ ഇല്ല, ഞാനാ, സണ്ണിയാ. മനസ്സിലായില്ല? പേര് സൂസമ്മയും അതിന്റെ പുറകിലിരിക്കുന്നത് സണ്ണിയും. ഇവരോടൊക്കെ എന്തോ പറയാന്. അതുകൊണ്ട് ഏതായാലും ഇന്ന് രാത്രി നിങ്ങളുടെ പേര് തന്നെയാണ്, ഈ പേരെഴുതിയവരാണ് ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. ചിലര് മൊബൈലിന്റെ പേരിലൊക്കെയാണ് കയറുന്നത്. എന്തുമായി പോകട്ടെ, ഈ രാത്രികാലം കുടുംബത്തിന്റെ അകത്ത് ഐക്യത കെടുത്തിക്കളയുന്ന ദുഷ്ടവ്യാപാരത്തെ ഇന്ന് രാത്രി ശാസിക്കാൻ പോവുക. ഈ രാത്രിയിലെ പ്രസംഗ പ്രമേയം ഐക്യത എന്നുള്ളതാണ്. രണ്ട് സ്വഭാവങ്ങളുള്ളവരെ
ഇൻബോൺ നേച്ചർ ഉള്ളവരെ ഡിവൈൻ നേച്ചറായി ഓൾട്രേഷൻ ചെയ്യുന്ന, കൺവേർട്ട് ചെയ്യുന്ന, ട്രാൻസ്ഫോർമേഷൻ വരുന്ന, റീഫോർമേഷൻ വരുന്ന ഒരു ആത്മീക ശുശ്രൂഷയായി മാറുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു 800-ലധികം യോഗങ്ങൾ നടന്ന ഈ മീറ്റിംഗിന്റെ അകത്ത് നിങ്ങൾ എത്രയോ 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 ദൂതുകളും പ്രവചനങ്ങളും കേട്ട് കാണും. അതെല്ലാം മഹത്വകരമാണ്, അതെല്ലാം ദൈവത്തിന്റെ വചനമാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ അകത്തെ മനുഷ്യനെ പണിയുന്ന ആത്മീക ജീവിതത്തെ പണിയുന്ന ഒരു ദൂത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? ഒരു വീട് നശിക്കാൻ പാടില്ല. ഒരു വേദഭാഗം കൂടെ വേഗം ഒന്ന് വായിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം 30-ാം വാക്യം വേഗം വായിച്ചാട്ട്. ഒരപ്പന്റെ തീരാത്ത വേദന ആ വാക്യത്തിന്റെ അകത്ത് വായിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം, ഞാനിപ്പോ 3-ാമത്തെ വാക്യമാണ് വായിപ്പിക്കുന്നത്. ആദ്യം വായിച്ചത് മത്തായിയുടെ സുവിശേഷം 5:13 രണ്ടാമത് വായിച്ചത് മത്തായിയുടെ സുവിശേഷം 12:25. ഇപ്പോൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിച്ചാട്ട്. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും, ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ നാൾ ചുരുക്കമുള്ളവനല്ലോ. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എന്റെ ഭവനവും നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. നോക്കുക, ഒരപ്പന്റെ കണ്ണുനീരാ ഇവിടെ വായിച്ചത്. ഞാനും എന്റെ ഭവനവും നശിക്കും എന്ന് പറഞ്ഞ് പുതുതായി പണിത ഒരു വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നു കൊണ്ട് ഒരപ്പൻ കരയുകയാണ്. ഈ അപ്പനെ ഒറ്റ വാക്കിൽ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഇതിനകത്ത് കുറെ അപ്പന്മാരുണ്ടല്ലോ, അമ്മമാരുണ്ടല്ലോ, കുഞ്ഞുങ്ങളുണ്ടല്ലോ. ആരാണ് ഈ അപ്പൻ? ഇസ്രായേലിന്റെ ഗോത്രപിതാവായ യാക്കോബ് 21 വർഷത്തെ കഠിനമായ പ്രവാസ ജീവിതം കഴിഞ്ഞ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഗൾഫിലോ അമേരിക്കയിലോ എവിടെങ്കിലും യൂറോപ്പിലോ വെസ്റ്റേൺ കൺട്രീസിലോ ഒക്കെ പോയി ജോലി ചെയ്ത 21 വർഷം പകലത്തെ വെയിൽ കൊണ്ടും രാത്രിയിലെ മഞ്ഞ് കൊണ്ടും, യാക്കോബ് പറയുന്നുണ്ട്, ഞാൻ പകലത്തെ വെയിൽ കൊണ്ടും രാത്രിയിലെ മഞ്ഞ് കൊണ്ടും. വിദേശത്തൊക്കെ ഉള്ളവർക്കറിയാം, പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളും മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവർക്ക് പകല് ശക്തമായ വെയിലായിരുന്നു, അതിന് ദൈവം മേഘസ്തംഭം കൊടുത്തു. രാത്രിയിൽ ശക്തമായ തണുപ്പായിരുന്നു, അവിടെ ദൈവം അഗ്നിസ്തംഭം കൊടുത്തു. 2 ഉദ്ദേശത്തോടു കൂടി. ഒന്ന്, അവർക്ക് നല്ല അവരുടെ ബോഡി ടെമ്പറേച്ചർ സ്റ്റേബിൾ ആകണം. 2, അവർക്ക് വഴികാട്ടിയായിരിക്കണം. അപ്പൊ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ പകല് ചൂടുണ്ട്, മേഘസ്തംഭം, രാത്രി തണുപ്പുണ്ട്, അതിന് അഗ്നിസ്തംഭം, ഇരുട്ടുണ്ട്, അതിന് അഗ്നിസ്തംഭം. യാക്കോബ് പറയുന്നുണ്ട്, ഞാൻ പകല് മുഴുവൻ വെയിൽ കൊണ്ടു. എത്ര വർഷം? 21 വർഷം. ഞാൻ രാത്രി മുഴുവൻ മഞ്ഞ് കൊണ്ടു. ഒരു നല്ല കട്ടിലിൽ കിടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു നല്ല മാട്രസിൽ, നല്ല ഒരു ബെഡിൽ കിടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നല്ല ഒരു പുതപ്പ് കൊണ്ട് ഞാൻ പുതച്ചുറങ്ങിയിട്ടില്ല. നല്ല ഒരു ആഹാരം വേണ്ടതുപോലെ ഞാൻ കഴിച്ചില്ല. കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. 21ാമത്തെ വർഷം ദൈവം ഇടപെട്ടു. നിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ കരുതാൻ പോവുക. 21 വർഷം കഷ്ടപ്പെട്ടവന് 20 വർഷം കിട്ടാതിരുന്നത് ഒറ്റ വർഷം കൊണ്ട് ദൈവം കൊടുത്തു. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞു, നാട്ടിലേക്ക്, പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അവൻ നാട്ടിലേക്ക് പോകുകയാ. വലിയ കൂട്ടത്തോടു കൂടിയാ പോകുന്നത്. ഇങ്ങോട്ട് വന്നത് ഒരു വടിയോടുകൂടിയാ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഉടുത്ത തുണിയോടുകൂടി ഇറങ്ങിയതാ. കയ്യിലൊരു വടി മാത്രമേ ഉള്ളൂ. അല്പ എണ്ണ അമ്മ കൊടുത്തു വിട്ടതാ. പോന്ന വഴിക്ക് ഏതെങ്കിലും പ്രാണി കടിച്ച് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ പുരട്ടാൻ ഒലിവ് ഓയിൽ കൊടുത്തു. മുള്ളോ കമ്പോ വല്ലോ കാലിൽ കൊണ്ടാൽ മുറിവുണങ്ങാൻ കുറച്ച് ഒലിവ് ഓയിൽ കൊടുത്തു. അത് ബദേലിൽ വെച്ച് കല്ലിലൊഴിച്ച് ആരാധനയും കഴിച്ച് പോയ യാക്കോബ, ചുരുക്കി പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇച്ചിരി എണ്ണയെങ്കിലും ഉണ്ട്, അത് ദൈവത്തിന് കൊടുത്തിട്ട് പോയ പോക്ക. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയാം, നിന്റെ കഷ്ടതയിൽ, നിന്റെ ഇല്ലായ്മയിൽ നീ ദൈവത്തിന് വേണ്ടി കൊടുത്താൽ നിന്റെ കഷ്ടതയിൽ ദൈവം നിന്നെ നിറച്ച് അനുഗ്രഹിക്കും.
20 വർഷം ഇല്ലാതിരുന്ന നന്മ ഒറ്റ വർഷം കൊണ്ട് കിട്ടിയതിന്റെ കാര്യമേ, ഒരു ചെറിയ ബോട്ടിലിൽ ഉണ്ടായിരുന്ന ഒലിവെണ്ണ തന്റെ സൗഖ്യത്തിന് വേണ്ടി അമ്മ കൊടുത്തു വിട്ടതാ. താൻ വിചാരിച്ചു അതേതായാലും ദൈവനാമത്തിന് വേണ്ടി ഇരിക്കട്ടെ. കാലിൽ ഒരു കല്ല് പോലും കൊള്ളാതെ പത്തനാരാമിലേക്ക് യാത്ര ചെയ്യാൻ ദൈവം സഹായിച്ചു. ഈ രാത്രികാലം പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടിയൊക്കെ ആയിരങ്ങൾ കൊടുത്ത് പോളിസി എടുക്കും. പക്ഷെ സ്തോത്ര കാഴ്ച ഇടുന്ന പലപ്പോഴും 10 രൂപയായിരിക്കും. ഈ രാത്രി ദൈവജനത്തോട് ഞാൻ ദൈവാത്മാവിൽ ദൂത് പറയാ, ദൈവനാമത്തിന് വേണ്ടി അധികം കൊടുക്ക്. നിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ദൈവം വിശ്വസ്തന. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്, രക്തത്താലും വചനത്താലും ജയമെടുക്കുകയാണ്. ഈ യാക്കോബ് 21-ാമത്തെ വർഷം തന്റെ 97-ാമത്തെ വയസ്സിൽ താൻ തിരിച്ച് വരികയാണ് തന്റെ സ്വദേശത്തേക്ക്. താൻ വരേണ്ടത് എവിടെയാണെന്നറിയാമോ? താൻ ശരിക്ക് വരേണ്ടത് ബഥേലിൽ വന്നായിരുന്നു പാർക്കേണ്ടത്. പക്ഷേ താൻ എന്ത് ചെയ്തെന്നറിയാമോ? സ്തോത്രം, ശേഖേം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് അവിടുത്തെ നല്ല പാർക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് കണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് സ്ഥലവും മേടിച്ച് അവിടെ വീടും പണിത് കന്നുകാലികൾക്കുള്ള ആലയും പണിത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഗൾഫ് ജീവിതം, പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വന്ന് ഒരു സ്ഥലവും മേടിച്ച് വീടും പണിത് സ്വസ്ഥമായിട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സെറ്റിലായിരിക്കുന്ന സമയം. സെറ്റിലായി നമ്മൾ പറയുന്നില്ലേ, എന്താ ചില ചോദിക്കാറില്ല, സെറ്റിലായോ വെച്ചാ? ആ സെറ്റിലായി. എന്തൊക്കെ കിട്ടിയപ്പോഴാണ് നമ്മൾ ഈ സെറ്റിലാകുന്നത്? 10 സെന്റ് സ്ഥലം മേടിച്ചു, ഒരു വീട് പണിതു, സ്തോത്രം, എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു അല്പ വരുമാനത്തിന് വേണ്ടി. അപ്പൊ നമ്മുടെ ഭാഷ എന്താണ്? നമ്മൾ എന്തായി? സെറ്റിലായി. ഞാൻ പറയട്ടെ, വീട് മേടിച്ചത് കൊണ്ടും സ്ഥലം മേടിച്ചത് കൊണ്ടും വീട് വാങ്ങിയത് കൊണ്ടും അവൻ തൊഴുത്തു പണിതത് കൊണ്ടും യാക്കോബ് സെറ്റിലായി എന്ന് പറയാൻ പറ്റില്ല. യാക്കോബ് ഇപ്പൊ പറഞ്ഞു, എന്റെ ഭവനം നശിച്ചു. ഭവനം എന്ന് പറഞ്ഞാൽ ദൈവമുള്ളതിനാണ് ഭവനം എന്ന് പറയുന്നത്, അല്ലാത്തത് വീടും കുടുംബവുമാണ്. യാക്കോബ് പറഞ്ഞത് എന്റെ കുടുംബം നശിച്ചെന്നല്ല, എന്റെ ഭവനം നശിച്ചെന്ന സമം. വീടും സ്ഥലവും നന്മകളൊക്കെ ആയപ്പോഴേ പണ്ടുണ്ടായിരുന്ന പ്രാർത്ഥനയും യാഗവീടും ഒക്കെ ഇപ്പം വീട്ടിനകത്തില്ല. ബിസിയായി വീട് പണിയാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പിള്ളേരെ ട്യൂഷന് വിടാനും ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇരിക്കാൻ പോലും സമയമില്ലെന്നാ പറയുന്നത്. ഇരിക്കാൻ പോലും സമയമില്ല. ഈയിടെ ചെന്നൈയിൽ ഒരാൾ പറയുന്നത് കേട്ടു, റെസ്റ്റ് റൂമിൽ പോലും പോകാൻ സമയമില്ലെന്ന്. ആ വ്യക്തിയുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. ഇച്ചിരി ഇംഗ്ലീഷാ ഞാൻ പറഞ്ഞു. എന്തുവാണ്? എന്തുവാ? ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയില്ലെന്ന് വെച്ച കാര്യം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഇവിടെ കൊച്ചിന്, ആ കൊച്ച് LKG പഠിക്കുക. LKG പഠിക്കുന്ന കൊച്ചിന്റെ ആനുവൽ എക്സാം വരുന്ന അമ്മ കക്കൂസി പോലും പോകുന്നില്ലെന്ന്. ഈ ഗതികേടിലാണ് എല്ലാവരും ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മക്കള് വളർന്ന് വന്നപ്പോഴേക്കും മക്കളെ കുറിച്ചുള്ള അധികമായിട്ടുള്ള ആസക്തി അവരെ പഠിപ്പിച്ച് വലുതാക്കണം എന്നുള്ളതല്ലാതെ അവര് ദൈവമുള്ളവരായി വളരണമെന്ന് ഇന്ന് മാതാപിതാക്കൾ ചിന്തിക്കുന്ന വളരെ കുറവാണ്. ഏതായാലും പോട്ടെ, ഈ പെങ്കൊച്ച് ഒറ്റ മോളേ ഉള്ളൂ. എനിക്കിവിടെ നിന്നുകൊണ്ടൊക്കെ മണിക്കൂറോളം സംസാരിക്കണം. ഈ ഒറ്റ മക്കളെന്ന് ഞാൻ പറഞ്ഞത് ആണാകട്ടെ പെണ്ണാകട്ടെ, സ്വത്രം ഒന്നേ ഉള്ളെങ്കിൽ ദൈവമക്കളെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അധികമായിട്ടുള്ള ഫ്രീഡം അവർക്ക് കൊടുക്കരുതേ എന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്നേ ഉള്ളെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോണം. 2, ഈ വാതിലടച്ച് റൂമിന്റെ അകത്ത് നിന്ന് കുറ്റിയിട്ടിട്ട് ഇരിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇച്ചിരി പ്രശ്നമുണ്ട്. ഇന്ന് രാത്രി വീട്ടിൽ പോയി സൂം ഓഫ് ആക്കിയിട്ട് വീട്ടിൽ പോയി വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. ഒരു ദേവദാസൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് പിള്ളേരുടെ വഴക്കൊന്നു. പക്ഷെ അത് പ്രശ്നമാണ്. ഇപ്പൊ തന്നെ സൂക്ഷിച്ചോണം. നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുകയും നിങ്ങളുടെ കുഞ്ഞാണാകട്ടെ പെണ്ണാകട്ടെ ബെഡ്റൂമിനകത്ത് കയറി അകത്ത് നിന്ന് റൂം ലോക്ക് ചെയ്ത് അകത്തിരുന്ന്, ചിലർ പറയും ഞാൻ തിയോളജി പഠിക്കുകയാണ്. എന്തുവാ തിയോളജി എന്ന് പറഞ്ഞാൽ? ബൈബിൾ വായിക്കുകയാണ്. സ്തോത്രം. പക്ഷെ അതിന്റെ തൊട്ടടിയിൽ ഒരു ബയോളജിയും കൂടെ കൊച്ചു വെച്ചിട്ടുണ്ട്. അമ്മ വന്ന് മുട്ടി കതക് തുറക്കുമ്പോൾ ബയോളജി കാണാനില്ല, തിയോളജി മാത്രമേ കാണാനുള്ളൂ. അമ്മ അടുക്കളയിലേക്ക് പോകുമ്പോൾ തിയോളജി കാണാനില്ല, ബയോളജിയെ കാണാനുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആൾമാറാട്ടം? ഈ കുഞ്ഞുങ്ങളുടെ പിറകിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടില്ലേ മക്കൾക്ക് വേണ്ടി? യാക്കോബേ, ഈ 21 വർഷം നീ കഷ്ടപ്പെട്ടത് ആർക്ക് വേണ്ടിയാ? നിന്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ? യാക്കോബ് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഞാൻ ഇത്രയും നാളും അമ്മാച്ചനെ സേവിച്ചു, അമ്മായിപ്പനെ സേവിച്ചു, എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എപ്പോ കരുതും? ശരിയല്ലേ? അപ്പൊ ഈ കുടുംബത്തിന് വേണ്ടി കരുതാൻ വേണ്ടി ആഗ്രഹിച്ചവൻ സമ്പത്ത് ഉണ്ടായാൽ മതി എന്ന് വിചാരിച്ചു.
ദൈവമില്ലെങ്കിലും സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചവൻ ഒരു ദിവസം തലയിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് വീടായി, സ്ഥലമായി, എനിക്ക് തൊഴുത്തുകളായി, വരുമാനമായി, പക്ഷെ ഒരു കാര്യം, എന്റെ കുടുംബം നാശത്തിന്റെ വക്കിലാണ്. രണ്ട് വിഷയത്തിലാണ് ഇവിടെ യാക്കോബ് ഭാരപ്പെടുന്നത്. ഒന്ന്, ഏക മകളുടെ സ്വഭാവ ദൂഷ്യത്തിൽ അപ്പൻ മനസ്സ് ഭാരപ്പെടുകയാണ്. കനാനിൽ പോയി വീട് വെച്ച് ദൈവത്തെ സേവിക്കേണ്ട യാക്കോബ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മഞ്ഞ് പെയ്യുന്ന രാജ്യം തെരഞ്ഞെടുത്ത് ലോത്തിനെ പോലെ പച്ചപ്പുള്ള സ്ഥലം പോയി നോക്കി ശേഖേമിൽ പോയി പാർത്തു. ശേഖേം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധികൾ മാത്രം പാർക്കുന്ന ഒരു സ്ഥലമാ. അവിടെ ശേഖേമിനായ ഹാമോർ എന്ന് പറയുന്ന ഒരു ധനിയാഠ്യനുണ്ടായിരുന്നു. അവന്റെ പുത്രന്മാര് വന്ന് ഈ പെങ്കൊച്ചിനെ അബ്യൂസ് ചെയ്തു. ഇത് നിമിത്തം ഒരു ദിവസം വൈകുന്നേരം ആയപ്പോ, പെൺപിള്ളേരുള്ളവരൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ, പെൺമക്കളുള്ളവരൊക്കെ ശ്രദ്ധിച്ചോണം. ഒരു നേരം വൈകുന്നേരം ആയപ്പോഴാണോ പകലാണോ എന്നറിയത്തില്ല, ഈ ദീനാമോൾ വന്ന് മമ്മിയോട് പറഞ്ഞു, മമ്മി, ഐ വാണ്ട് ടു സീ മൈ ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. മമ്മി പറഞ്ഞു, നോ മമ്മി, എനിക്ക് പോണം. അവള് മുടിയൊക്കെ സ്ട്രെയിറ്റൻ ചെയ്ത് കാലിൽ ഒരു വലിയ ഹീലുള്ള ചെരുപ്പ് വിട്ട് കിറിയൽ ഒരു കീലും പുരട്ടി അവള് തത്തി തത്തി ഒരു പോക്കങ്ങ് പോയി. ഇങ്ങോട്ട് വന്നതോ സ്ട്രെയിറ്റൻ ചെയ്ത മുടിയെല്ലാം കൂടെ പിച്ചിപ്പറിച്ച് ഹീലുള്ള ചെരുപ്പിട്ടോണ്ട് പോയവൾ ഇപ്പൊ ചെരുപ്പില്ലാതെ ഓടി വരിക. മനസ്സിലാകുന്നോ? അധികം ഫാഷൻ ഹാമോറിന്റെ തലമുറകൾ നിന്നെ അറ്റാക്ക് ചെയ്യാൻ ഇടയായി തീരും. അതുകൊണ്ട് പെൺകുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, ഇന്ന് രാത്രിയില് അധികമായിട്ടുള്ള മേക്കപ്പുകൾ നിന്റെ ജീവിതത്തെയും യൗവനത്തെയും കരുതുന്നതിനേക്കാൾ അധികം നിനക്കത് വലിയ ബന്ധനമായി മാറും. എന്തിന് പെൺകുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നു, മുതിർന്നവരെ കുറിച്ചും ഈ രാത്രി ഞാൻ പറയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഒരു യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു അഡ്വർടൈസ്മെന്റ്, പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ആ സ്റ്റേഷൻ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നു. അതൊരു ജ്വല്ലറിയുടെ സ്വർണ്ണക്കടയുടെ പരസ്യമാണ്. അതിങ്ങനെയായിരുന്നു, നിങ്ങളുടെ സൗന്ദര്യം ഇനിയും ലോകം കാണട്ടെ. എന്താണ് നിങ്ങളുടെ സൗന്ദര്യം ഇനിയും? അപ്പൊ ഇന്നത്തെ സകല മേക്കപ്പുകളും എന്തിനാണെന്നറിയാമോ? നമ്മുടെ സൗന്ദര്യം ലോകം കാണാനാ. ഇതിന്റെ അർത്ഥം ദൈവമക്കളെ, വലിയ അപകടങ്ങൾ മുൻപിലുണ്ടെന്ന. ചുരുക്കി പറയട്ടെ, ഈ പെൺമകൾ നിമിത്തം ഈ അപ്പൻ ഇന്നലകളിൽ സംഭവിച്ചതോർത്ത് അദ്ദേഹം ഡിപ്രഷനിലാണ്. ഇംഗ്ലീഷിലുള്ള ഈ സൈക്കോളജിക്കലായിട്ടുള്ള രണ്ട് വാക്കാണ് ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണ്. ഇന്നലകളിൽ സംഭവിച്ചതിനെ ഓർത്ത് ഇന്ന് വ്യാകുലപ്പെടുന്നതാണ് ഡിപ്രഷൻ. എന്നാൽ നാളെ വരാൻ പോകുന്ന ഏതോ വിഷയത്തെ ഓർത്തുള്ള അമിതമായിട്ടുള്ള ചിന്ത, ആസക്തിയാണ് ആങ്സൈറ്റി. ഈ രാത്രിയിൽ ഇത് രണ്ടും യാക്കോബിനുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ വിദേശത്തും മറ്റും സ്വദേശത്തും ഒക്കെ ഉള്ളവർ ഈ രണ്ട് വിഷയങ്ങളിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ദൈവാത്മാവ് പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ അകത്തെ ഐക്യത നഷ്ടപ്പെടുത്തി നിന്നെ ഡിപ്രഷനിലാക്കി, രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമില്ലാതെ നിന്നെ ആങ്സൈറ്റിയിൽ കൊണ്ടുവന്ന് നാളെ കുഞ്ഞിന്റെ കരിയർ എങ്ങനെയായി തീരും, ആ കുഞ്ഞിന്റെ ഭാവി എന്തായി തീരും. സ്തോത്രം. ചിലരൊക്കെ ഈ മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ ലാബിൽ കൊടുത്തിട്ട് അവരിങ്ങനെ ആങ്സൈറ്റി ആയിട്ടിരിക്കും. എന്താണെന്നറിയാം, ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. എന്തായിരിക്കും അറിയാമോ? അയ്യോ എന്തായി തീരും. ഒരു കാര്യം ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് രാത്രി പറയാൻ എത്ര പേരുണ്ട്? അതുകൊണ്ട് അധികമായി നിങ്ങൾ ഒന്നിനെ ഓർത്ത് ഭാരപ്പെടരുത്. ശരീരത്തിനകത്ത് ഏത് ബലഹീനതയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ അതിനെ ഓർത്ത് ഭാരപ്പെടുന്ന കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തരും. ഈ രാത്രി ബീനാസ്വസനിക്കുന്ന സമയം ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുവാൻ വേണ്ടി ആട്ടക്കോൾ കൊടുക്കുവാൻ ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഒറ്റ കുടുംബത്തെ മാത്രമേ പരിചയപ്പെടുത്തിയുള്ളൂ. ആ കുടുംബം യാക്കോബിന്റെ കുടുംബമാണ്. സമ്പത്തായി, വീടായി, നന്മകളായി, അനുഗ്രഹമായി, മക്കള് 13ആയി. എന്നിട്ട് എന്താ ഗുണം പ്രിയപ്പെട്ടവരെ? അപ്പൻ പ്രായാധിക്യം വന്നപ്പോ മക്കളെ ഓർത്തുകൊണ്ട് ഒരു രാത്രി പോലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാതെ ആങ്സൈറ്റിയിലും ഡിപ്രഷനും കഴിയുന്നതാണോ അനുഗ്രഹം?
സമ്പത്തിന് വേണ്ടി മാത്രം ഈ നാളുകളിൽ കുഞ്ഞുങ്ങളെ ലോകം കീഴടക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഞാൻ പറയട്ടെ, അവര് ഡോളറോ പൗണ്ടോ കനേഡിയൻ ഡോളറോ ആമൻ സ്തോത്രം ഓസ്ട്രേലിയൻ ഡോളറോ ആമൻ സ്തോത്രം ദുബായ് ദിറംസോ കുവൈറ്റ് ദിനാറോ എന്തുമാകട്ടെ വിദേശ പൗരസ്ത്യ വെസ്റ്റേൺ രാജ്യങ്ങളിലെ ഏത് കറൻസി അവര് ബാങ്കിന്റെ അകത്ത് നിക്ഷേപിച്ച് കുമിഞ്ഞുകൂടിയാലും ഇതല്ല അനുഗ്രഹം. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് രാത്രി നീ കിടക്കാൻ കിടപ്പറയിലേക്ക് പോയിട്ട് 10 മിനിറ്റ് കൊണ്ട് നിന്റെ കണ്ണിൽ ഉറക്കം കിട്ടിയാൽ നീയാണ് ഈ ലോകത്തിലെ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. ഉറക്കം രാത്രിയിൽ കിട്ടുന്നെങ്കിൽ അതാണ് അനുഗ്രഹം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളോട് ഈ രാത്രിയിൽ ആദ്യത്തെ പ്രാർത്ഥന, നിന്റെ ഡിപ്രഷൻ ഇന്ന് രാത്രി സ്വർഗം മാറ്റും. എന്നാലും അങ്ങനെ സംഭവിച്ചല്ലോ, എന്നാലും ദീനയ്ക്ക് അങ്ങനെ സംഭവിച്ചല്ലോ, ഒന്നേ ഉള്ളത് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് തലയിൽ കൈവച്ചിരിക്കുന്ന യാക്കോബിനോട് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, കുഞ്ഞേ നീ ഇങ്ങനെ തലയിൽ കൈവച്ചോണ്ടിരിക്കാനുള്ളവനല്ല. അങ്ങനൊന്നും ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും എന്റെ ഭാവനയാണ്. നീ അവിടെ നിന്ന് എഴുന്നേറ്റ് ബഥേലിലേക്ക് പോക. എവിടെ നിന്ന്? ഷേഖേമിൽ നിന്ന് എഴുന്നേറ്റ് നീ ബഥേലിലേക്ക് പോക. അതിന്റെ അർത്ഥം നിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബഥേലായിരുന്നു. പക്ഷെ ഇടത്താവളം, നീ ചില ഇടത്താവളങ്ങൾ, ദൈവഹിതമില്ലാത്ത നിന്റെ കണ്ണിന് ഇഷ്ടപ്പെടുന്ന ചില ഇടത്താവളങ്ങളിൽ നീ കൂടാരമടിച്ച് നീ വിചാരിച്ചു ഫ്ലറിഷ് ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം, പിള്ളേരെയൊക്കെ നല്ല നിലയിൽ വളർത്തിയെടുക്കുക. അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. സ്വത്രം കഴിഞ്ഞ ദിവസം എന്നെ UK നിന്ന് ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. എവിടെ നിന്നോ മെസ്സേജ് കേട്ട് അതിന്റെ നമ്പർ കണ്ട് വിളിച്ചതാ. ചുരുക്കി ഞാൻ പറയാം, UK ഞാൻ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാവും. അമേരിക്കയിൽ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. UK 3 തരത്തിലുള്ള സ്കൂളുണ്ട്. ഒന്ന് ഗവൺമെന്റ് സ്കൂളുണ്ട്, ഫ്രീ ആണ്. 2 നോർമൽ സ്കൂളുണ്ട്, അതിന് ഫീസ് അല്പം കൊടുക്കണം. എന്നാൽ അവിടെ ഗ്രാമർ സ്കൂളുണ്ട്. ഗ്രാമർ സ്കൂൾ അത് ഭയങ്കര ഹൈ ലെവലിലുള്ള ഹൈ ഒഫീഷ്യൽസിന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. തിരുവനന്തപുരത്ത് നിന്ന് പോയ ഒരു കുടുംബം, മോൻ പോയപ്പോൾ 13 വയസ്സേ ഉള്ളായിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ മൈഗ്രേറ്റ് ചെയ്തതാണ്. UK ചെന്ന് അവൻ അവിടെ പഠിച്ചു. 10th കഴിഞ്ഞു, +1 +2 കഴിഞ്ഞ് അവിടുത്തെ രീതി കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയിലെ നീറ്റ് പോലെയുള്ള ഒരു മെഡിക്കൽ കോഴ്സിന് MBBS ചേരാൻ തത്തുല്യമായ അവിടുത്തെ ഒരു കോഴ്സ് അവൻ പഠിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവൻ പാസ്സായി. അവൻ കോളേജിലേക്ക് ചേർന്നപ്പോൾ അവന് ലെബനോൻ, നൈജീരിയ ഈ ദേശത്തുള്ള ഫ്രണ്ട്സിനെയാണ് എനിക്ക് കിട്ടിയത്. അത് വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായിരുന്നു. ഇവനോ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവവേദലായിരുന്നു. MBBS പഠിക്കാൻ വേണ്ടി പോയതാണ്. 1 വർഷം വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. 2ാം വർഷത്തിലേക്ക് കയറിയപ്പോഴേക്കും ഫ്രണ്ട്സിന്റെ കൂടെ ആയിപ്പോയി. ഈ 2025 ഇന്നിപ്പോ 26 ഏപ്രിൽ മാസത്തിൽ ഇരിക്കുന്നു. 2025 ഡിസംബർ മാസം 31-ാം തീയതി വൈകിട്ട് 7 മണിയായപ്പോൾ UK ആയിരിക്കുന്ന ഈ മോൻ, ഒരേ മോനേ ഉള്ളൂ, ആണും പെണ്ണുമായി ഒന്നേ ഉള്ളൂ, പപ്പായോട് പറഞ്ഞു, പപ്പ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകണം. പപ്പ ചോദിച്ചു എവിടെയാണ്? അപ്പോൾ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്. എങ്ങനെ നീ പോകും? ഞാൻ മെട്രോയിൽ പോകും. പപ്പ പറഞ്ഞു പറ്റില്ല, ഇത്രയും ലേറ്റ് നൈറ്റ് നിന്നെ ഞാൻ വിടില്ല. അഥവാ നിനക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ നിന്ന് എന്റെ സ്വന്തം കാറിൽ ഞാൻ കൊണ്ടുവിടാം. അവൻ നിർബന്ധം പിടിച്ചു, പറ്റില്ല, ഞാൻ മെട്രോയിൽ മാത്രമേ പോകുകയുള്ളൂ. 7 മണിയായി, 8 മണിയായി, 9 മണിയായി, അപ്പൻ വിടുന്നില്ല. അപ്പനെ പോലെ തന്നെ അമ്മയും വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പന്റെ തീരുമാനം തന്നെയായിരുന്നു അമ്മയുടെയും തീരുമാനം. അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, അപ്പൻ നോ പറഞ്ഞാൽ അമ്മ യെസ് പറയരുത്. അപ്പൻ നോ പറഞ്ഞാൽ അമ്മയും നോ പറഞ്ഞേക്കണം. ഇവിടെ അപ്പനും അമ്മയും ഒരേ കടുപിടുത്തത്തിലായിരുന്നു. നിന്നെ വിടത്തില്ല, വിടണമെങ്കിൽ ഞങ്ങൾ കൊണ്ടാക്കാം. ഉടനെ അവൻ എന്ത് ചെയ്തു? അടുത്ത റൂമിൽ കയറിയിട്ട് UK പോലീസിനെ വിളിച്ചു. 19 വയസ്സായ കുഞ്ഞ് 20-ാം വയസ്സിലേക്ക് എത്തി. അവൻ പോലീസിനെ വിളിച്ചു. ആർക്കെതിരെ? അപ്പനും അമ്മയ്ക്കുമെതിരെ. 10 മിനിറ്റ് കൊണ്ട് പോലീസ് അവരുടെ ഫ്ളാറ്റിന് മുമ്പിൽ വരുന്നു. അപ്പനും അമ്മയും കണ്ണുനീരോടെ എന്നോട് പറഞ്ഞൊരു കാര്യം, സാധാരണ ഇങ്ങനെയുള്ള കാര്യം പബ്ലിക്കിൽ പറയാൻ പാടില്ലെങ്കിലും പേരും അഡ്രസ്സും പറയാത്തത് കൊണ്ട് മറ്റാർക്കെങ്കിലും ഇതൊരു അനുഗ്രഹമായി തീരുമെങ്കിൽ അവർക്കൊരു മുന്നറിയിപ്പായിട്ടാണ് ഞാനത് ഓർപ്പിക്കുന്നത്. ആ അപ്പനും അമ്മയും കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, പാസ്റ്ററേ, ഇവിടെ വന്നത് ഇവന് വേണ്ടി മാത്രമാണ് ഞങ്ങളോട് വന്നത്. ഇവൻ എങ്ങനെയെങ്കിലും ഭാവി കരപിടിക്കണം. ഇവൻ രക്ഷിക്കപ്പെട്ടവനാണ്, സൺഡേ സ്കൂൾ പഠിച്ചവനാണ്,
ഇവൻ സ്നാനപ്പെട്ടവനാണ്, പക്ഷെ ഇവൻ ഫ്രണ്ട്സിന്റെ കൂടെ പോയി. ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നു തിരുവനന്തപുരത്തും ഞങ്ങൾ താമസിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ലായിരുന്നു. ചുരുക്കി പറയാം, ഇവൻ പോലീസിനെ വിളിച്ചു. 10 മിനിറ്റ് കൊണ്ട് പോലീസ് ഫ്ലാറ്റ് മുമ്പിൽ വന്നു. ഇവർ പറഞ്ഞ കാര്യം, ഞങ്ങൾ വെളിയിലൂടെ പോകുമ്പോൾ ട്രാഫിക്കിലും മറ്റിടത്തൊക്കെ പോലീസ് ചില ഇൻസിഡന്റുകളൊക്കെ നടക്കുന്നിടത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ പാർക്കുന്ന വീട്ടിന്റെ മുൻപിൽ പോലീസ് വന്നത് ഞങ്ങളെ വല്ലാതെ തകർത്ത് കളഞ്ഞു. പോലീസ് ചോദിച്ചു, എന്താ ഇവിടുത്തെ പ്രശ്നം? അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. മോനെ വിളിച്ചു, ചോദിച്ചു, എന്താ നിന്റെ തീരുമാനം? അവൻ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് പോകണം. സംഭവിച്ചു പറയട്ടെ, UK പോലീസ് ആ 19 വയസ്സ് കഴിഞ്ഞ് 20-ാം വയസ്സിലേക്ക് കയറുന്ന മകനെ പോലീസ് വാഹനത്തിൽ കയറ്റിയിട്ട് 25 കിലോമീറ്റർ ദൂരമുള്ള ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കിയിട്ടിട്ട് പറഞ്ഞു, നീ മെച്യൂർഡ് ആണ്, നീ പ്രായപൂർത്തിയുള്ളവനാണ്, നിനക്ക് നിന്റെ ഇഷ്ടം പോലെ പോകാം. എന്നെ പ്രിയപ്പെട്ടവർ വിളിക്കുന്നത് ഫെബ്രുവരി മാസമാണ്. 2 മാസം മുൻപ് എന്നെ വിളിച്ചു. ഡിസംബർ മാസം 31-ാം തീയതി മോനെ പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നത് CCTV ക്യാമറയിലൂടെ അപ്പനും അമ്മയും അകത്തിരുന്ന് കണ്ടു. ഫെബ്രുവരി മാസമായിട്ട് ഏകദേശം 42 ദിവസമായിട്ട് ആ മകനെ കുറിച്ച് ഒരറിവുമില്ല. ഇവർ UK-യിലുള്ള അവരുടെ സെക്ടർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ മോനെ ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസുകാർ പറഞ്ഞ കാര്യം കേൾക്കണോ? രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് അവന് 19 വയസ്സായി. അവന്റെ ഇഷ്ടം പോലെ പോകാം. നിങ്ങൾക്ക് അവന്റെ മേൽ ഒരു റൈറ്റുമില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി ഇത് പറഞ്ഞെന്നറിയാമോ? പണത്തിനു വേണ്ടി മക്കളെ സെറ്റിലാക്കാനാന്ന് പറഞ്ഞ് പല രാജ്യങ്ങളും ചവിട്ടി കയറുമ്പോൾ ഓർത്തു, ദൈവകൃപയില്ലെങ്കിൽ യാക്കോബിനെ പോലെ നമ്മൾ കണ്ണുനീരോടെ വേദനിക്കേണ്ടി വരും. അതുകൊണ്ട് എത്ര പേര് ഈ രാത്രി പ്രാർത്ഥിക്കും, കർത്താവേ, സമ്പത്തല്ല വലുത്, എന്റെ വീട്ടിന്റെ അകത്തുള്ള ദൈവകൃപയാ വലുത്. എത്ര പേര് പറയും, സമ്പത്തല്ല വലുത്, എന്റെ വീട്ടിലെ അകത്ത് എന്റെ വീട് ഒരു ഭവനമായി മാറണം. പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാർത്ഥന ആവശ്യമുള്ള ദൈവമക്കൾ ഈ രാത്രികാലം ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. ഒന്നാമത്തെ പ്രാർത്ഥന, ഭാര്യ ഭർത്തൃബന്ധ ജീവിതത്തിൽ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഐക്യതയിൽ പോകാൻ കഴിയാതെ മത്തായി 12:25 അടിസ്ഥാനത്തിൽ കുടുംബത്തിന്റെ അകത്ത് ഡിവൈഡിങ് സ്പിരിറ്റ് കൊണ്ടുവരുന്ന, കുടുംബത്തിന്റെ അകത്ത് നിങ്ങളെ ചിന്തിച്ച് കളയുന്ന, ഡിവോഴ്സിന് പോലും മനസ്സിന്റെ അകത്ത് ചിന്തിക്കുന്ന നിലകളിൽ ഭാര്യയോടും ഭർത്താവിനോടും പൊരുത്തപ്പെടാൻ കഴിയാതെ പാവം 3, 4, 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഈ വല്ലാത്ത വികൃതം കണ്ട് ഞെട്ടി നിൽക്കുമ്പോൾ, തരിച്ചു നിൽക്കുമ്പോൾ ഈ രാത്രി ദൈവാത്മ ഇടപെടുകയാ. ഇതിന്റെ പിറകിൽ വ്യാപരിക്കുന്നത് മത്തായി 12:25. ഇതിന്റെ പിറകിൽ വ്യാപരിക്കുന്നത് പൈശാചിക ശക്തിയാ. ഈ രാത്രി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന പൈശാചിക ശക്തിയെ ഈ രാത്രി കർത്താവ് ശാസിച്ച് നിങ്ങൾ ജയമെടുക്കാൻ പോവുകയാണ്. മക്കളെ വിവാഹം ചെയ്ത് അയപ്പിച്ചിട്ട് അവരുടെ കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠത കാണാൻ വേണ്ടി എത്രയോ ആഡംബരമായ വിവാഹ ജീവിതങ്ങൾ നടത്തി. ഇന്നും ആ കുടുംബത്തിന്റെ സന്തോഷം കാണാൻ കഴിയാതെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം, അയ്യോ തെറ്റായി പോയോ, എടുത്ത തീരുമാനം കറക്റ്റ് ബന്ധമായിരുന്നോ എന്നൊക്കെ പോലും ചിന്തിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തൊരു ഐക്യത കർത്താവ് കൊണ്ടുവരാൻ പോകുകയാണ്. ഹൈ റിയാക്റ്റീവ് മെറ്റലിനെയും ഹൈ പോയിസണസ് ആയിട്ടുള്ള സോഡിയത്തിനെയും ക്ലോറൈഡിനെയും എന്റെ കർത്താവിന്റെ സ്നേഹത്താൽ ഒരു ക്രിസ്റ്റലിനകത്താക്കിയ കൃപ ഇന്ന് രാത്രി എത്ര പേര് പറയും, യേശുവിന്റെ സ്നേഹം അവരുടെ അകത്തേക്ക് വരട്ടെ, യേശുവിന്റെ കൃപ അവരുടെ അകത്തേക്ക് വരട്ടെ. കുടുംബത്തെ തകർത്ത് കളയുന്ന ദൂതന്റെ വ്യാപാരത്തെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശാസിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, മാതാപിതാക്കളെയും മക്കളെയും തമ്മിൽ അകറ്റിക്കളയുന്ന, ചില ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന, കഷ്ടപ്പെട്ട് വളർത്തി യാക്കോബിനെ പോലെ 10, 20 വർഷമൊക്കെ പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് അവൻ ഒരു പെപ്സി കുടിക്കണമെങ്കിൽ 1 റിയാൽ കൊടുക്കണം. എന്നാൽ ആ 1 റിയാൽ നാട്ടിൽ വന്നാൽ 20 രൂപയാകുമല്ലോ എന്ന് വെച്ച് പാവം അപ്പൻ പബ്ലിക് വെള്ളം കുടിച്ച്, കോർപ്പറേഷൻ വെള്ളം കുടിച്ച് ആ 1 രൂപ 1 റിയാല് ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുത്ത് മക്കളെ പോറ്റാൻ വേണ്ടി അപ്പൻ അവിടുത്തെ വെയിൽ കൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് ഷുഗറും പിടിച്ച് പ്രഷറും പിടിച്ച് ഇപ്പോൾ അനങ്ങാൻ വയ്യാത്തവനായി വീട്ടിൽ വന്ന് ഇനിയെങ്കിലും സ്വസ്ഥതയോടുകൂടെ മുന്നേറാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പൻ വിദേശത്ത് നിന്ന് വിയർപ്പൊഴുക്കിയ പണം കണ്ട് ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്ത് അത്ഭുതം ദൈവം ചെയ്യാൻ പോകുക. ഈ രാത്രിയില് ചില കുടുംബങ്ങളെ കർത്താവ് പണിയാൻ പോകുകയാണ്. ഈ രാത്രിയിലെ പ്രാർത്ഥന കേട്ടോ, ചില കുടുംബങ്ങളെ പണിയുന്ന രാത്രിയാണ്. ചില കുടുംബങ്ങളെ ഛിദ്രിപ്പിച്ച് കളയുന്ന ഒരു ക്രിസ്റ്റൽ പാത്രം പോലെ, പടുങ്ക് പാത്രം പോലെ ഉടഞ്ഞാൽ പിന്നെ അതിനെ ചേർത്ത് വെക്കാൻ പറ്റില്ല, ചേർത്ത് വെക്കാൻ പറ്റാത്തതുപോലെ ഉടച്ചു കളയുന്ന
വിഘടിപ്പിക്കുന്ന ഡിവൈഡിങ് സ്പിരിറ്റുകൾ, നെഗറ്റീവ് സ്പിരിറ്റുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ഡീമോണിക് സ്പിരിറ്റുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, I say get in the name of Jesus. പ്രാർത്ഥന ആവശ്യമുള്ളവർ, നിങ്ങൾ ക്യാമറയിൽ കാണാതെ നിങ്ങളുടെ കൈ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്തെന്ന് വെച്ച്, ക്യാമറയിൽ കാണാതെ, ക്യാമറയിൽ കാണണ്ട. വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഇപ്പോൾ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഒരു നിമിഷം നിങ്ങളത് പ്രാർത്ഥിച്ച, കർത്താവ് ഇന്ന് രാത്രിയിലെ ദൂത് എന്റെ കുടുംബത്തോടാ. വലിയ വീട് പണിതു, സെറ്റിലായെന്ന് വിചാരിച്ചു, പക്ഷെ കുടുംബത്തിനകത്തൊരു സന്തോഷമില്ലാതെ ഞാൻ ഭാരപ്പെടുകയാണ്. എന്തെന്നില്ലാത്ത ഒരു ഡിപ്രഷൻ, എന്തെന്നില്ലാത്ത ഒരു ആങ്സൈറ്റി എന്റെ കുടുംബത്തിനകത്തുണ്ട്. കർത്താവ് ഈ രാത്രി ഈ വചനം സംസാരിച്ച് എന്നോടാണ്. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതിന് പകരം എങ്ങനെയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ ഓടി അധ്വാനിച്ചു. ഞായറാഴ്ച ആരാധനയ്ക്ക് പോകേണ്ട സമയം പോലും ഓവർ ടൈമിന് പോയി ഇരട്ടി ശമ്പളം കിട്ടുമെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ അധ്വാനിച്ചിട്ട് അവസാനം ഒറ്റ ദിവസം കൊണ്ട് തലയിൽ കൈവച്ചോണ്ട് ദുഃഖിക്കുന്ന അനുഭവം ആർക്കും ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ ഈ ദൂത് ഒരു മുന്നറിയിപ്പായി മാറട്ടെ. ഞങ്ങളുടെ പ്രിയ പിതാവ്, ഈ രാത്രിയില് ഞങ്ങളുടെ അകത്തെ ഐക്യതയെ നഷ്ടപ്പെടുത്തി കളയുന്ന, സഭയ്ക്കകത്തെ ഐക്യത നഷ്ടപ്പെടുത്തി കളയുന്ന, സ്വന്തമായി ആരംഭിച്ച് റൺ ചെയ്യുന്ന കമ്പനിക്കകത്ത് മാൻ പവർ ഷോർട്ടേജ് വരുത്തി ജോലി ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ജോലിക്കാര് വാഴാത്തതുപോലെയുള്ള അനുഭവങ്ങൾ ഇന്ന് രാത്രി കർത്താവ് ആ മേഖലയിലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. സഭാ മേഖലയിൽ, കുടുംബത്തിന്റെ ഇടത്ത്, ഭവനത്തിന്റെ അകത്ത് മാതാപിതാക്കളെ മക്കളെയും തമ്മിൽ പിണക്കിക്കളയുന്ന 17ഉം 18ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ ദിവസങ്ങളോളം പിണങ്ങി വീടിന്റെ അകത്ത് മാതാപിതാക്കളോട് സംസാരിക്കാതെ, വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാതെ പിണങ്ങിക്കിടക്കുന്ന ചില ദുരാത്മാവിന്റെ ശക്തികളെ ഇന്ന് രാത്രി സ്വർഗം അവിടെ നിന്ന് ശാസിക്കുന്നതിനായി സ്തോത്രം. കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിന് ഇന്ന് രാത്രി ദൈവം മറുപടി കൊടുത്തിരിക്കാൻ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. 10-13 മിനിറ്റ് ഞാൻ അധികം എടുത്തു, ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പ്രസംഗം തീർന്നതുകൊണ്ട് നിർത്തിയതല്ല, സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് സമയബന്ധിതമായി നിർത്തിയതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും, നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായിരിക്കും. ഇതുവരെ എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ക്ഷണിച്ച ബീന സിസ്റ്റർക്ക് നന്ദി. ഗോഡ് ബ്ലസ് യു.